ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്നും കൂടെ എന്നെ പരിചയപ്പെടുത്താം. ഐ എം മീനാക്ഷി സന്തോഷ് എൻഎസ്. ഓക്കെ, ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് ആണ്, ബിടെക് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ് അറ്റ് മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ്. ഓക്കെ, ഞാനിപ്പോൾ 4th ഇയറിൽ കയറിയതേ ഉള്ളൂ. യെസ്, സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. ഇന്ന് നമ്മൾ കുറച്ച് അറിയാൻ പോകുന്നത് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് മോഡേൺ AI സിസ്റ്റംസ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ടാഗ് ലൈൻ ഇതിന്റെ അകത്ത് വായിച്ചു കഴിഞ്ഞാൽ ഫ്രം താലോസ് ടു ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഈ താലോസ് എന്താ, ട്രാൻസ്ഫോമേഴ്സ് എന്താ, ഇതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. സോ മോഡേൺ AI സിസ്റ്റംസ്, അതിനുള്ളിൽ എന്താ നടക്കുന്നത്? ഓക്കെ, ഈ മോഡേൺ AI സിസ്റ്റത്തിനുള്ളിൽ എന്താ നടക്കുന്നത് എന്നറിയണമെങ്കിൽ പണ്ടത്തെ AI സിസ്റ്റംസ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് AI വന്നത് എന്നുള്ളൊരു കാര്യം അറിഞ്ഞാൽ മാത്രമേ ഇപ്പൊ വന്നൊരു ഈ വലിയ റെവല്യൂഷൻ എത്ര വലുതാണെന്നും, അല്ലെങ്കിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വന്നിട്ട് എപ്പോഴും പരാതി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാ ഹിസ്റ്ററി പഠിക്കുന്നത്? മരിച്ചുപോയ ആൾക്കാരും കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റി പഠിച്ചിട്ട് മുന്നോട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്, അപ്പൊ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കണ്ടേ എന്ന് ഞാൻ വളരെയധികം അച്ഛനോട് അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയാറുണ്ടായി, ദാറ്റ് ഇസ് പഴയ കാര്യങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ മുന്നോട്ട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴയ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്. ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്ന വോറും ഹിസ്റ്ററിയിൽ പല ആൾക്കാരും മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ളതും അത് നമ്മൾ ഭാവിയിലേക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ടത്തെ കാര്യം അറിയണം എന്ന് നമ്മൾ പറയാറുള്ളത്. സോ ദാറ്റ് മീൻസ് സോ സെൻസ് റൈറ്റ് നൗ. ഇപ്പോഴത്തെ AI വേൾഡിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിൽ പല തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുന്നതും ഇസ് ബിക്കോസ് സയന്റിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ദേ വെർ നോയിങ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ദാറ്റ് ടൈം, പണ്ടത്തെ കാലത്ത്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇന്നത്തെ മോഡേൺ AI സിസ്റ്റത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകണം. ആൻഡ് ഐ എം അഷ്യൂറിംഗ് യു ഗൈസ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി. ഓക്കെ, അടിപൊളിയായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയോടെയാണ് ഞാൻ ഈ ഒരു ഹിസ്റ്ററി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആൻഡ് ഐ എം പ്രെറ്റി ഷുവർ ദാറ്റ് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. സോ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ പ്ലീസ് ഗിവ് മീ കോൺഫിഡൻസ് ബൈ റേസിംഗ് ദ ഹാൻഡ് സോ ദാറ്റ് ഐ കൻ മൂവ് ഫോർവേഡ്. യെസ് 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 ഓക്കെ. Yes. History of AI. Okay. So, ആദ്യം തന്നെ ഗ്രീക്ക് ആള്. നിങ്ങൾക്ക് വിചാരിക്കും AI എന്ന് പറയുന്ന ഒരു തിങ്കിങ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ, ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ എന്താ, ക്രിയേറ്റിംഗ് സംതിങ് ദാറ്റ് ഇസ് ആസ് ഇന്റലിജന്റ് ആസ് ഹ്യൂമൻ, അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിനെ പോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നത്, അല്ലേ? വിച്ച് മിമിക്സ് ഹ്യൂമൻ ബ്രെയിൻ, അല്ലെ? വെരി സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ. സോ ഈ ഒരു എന്താ പറയാ, ക്രിയേറ്റിംഗ് സംതിങ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ എന്നുള്ളൊരു തോട്ട് ആക്ച്വലി കമ്പ്യൂട്ടർ ഉണ്ടായിരുന്ന ഒരു സമയത്ത് വന്നൊരു കാര്യമല്ല. ഐ എം ബീങ് വെരി ഓണസ്റ്റ് ഹിയർ. കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ദിസ് തോട്ട് ടു ക്രിയേറ്റ് എ ക്രീച്ചർ ഓർ ക്രിയേറ്റ് സംതിങ് വിച്ച് മിമിക്സ് ഹ്യൂമൻ, അല്ലെങ്കിൽ വിച്ച് ഇസ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു തോട്ട് വന്നത് BC 700 ഗ്രീക്ക് കാലഘട്ടത്തിലാണ്. ആലോചിക്കുക, BC 700 ആൾക്കാരുടെ മനസ്സിൽ, അല്ലെങ്കിൽ പോയറ്റ്സ്, ഫിലോസഫർ, ഇവരുടെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു ടു ക്രിയേറ്റ് സംതിങ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ എന്ന് പറയുന്നത്. സോ ദ സ്റ്റോറി സ്റ്റാർട്ട്സ് ഫ്രം BC 700. ഓക്കെ, അന്ന് ഈ കാണുന്ന ഒരു പോയറ്റ് ഹീസ് എന്ന് പറയും, ഹീസ് എ പേഴ്സൺ ഹു ഹാഡ് അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡ്രീം, അല്ലെങ്കിൽ അയാൾ എഴുതിയ ഒരു എന്താ പറയാ ഒരു കഥയാണ്. ഇറ്റ്സ് അബൌട്ട് താലോസ്. ദ ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾ കണ്ട ടാഗ് ലൈൻ ഉണ്ട്, ഫ്രം താലോസ് ടു ട്രാൻസ്ഫോമർ. സോ അയാളുടെ കഥ ഇങ്ങനെയാണ്. താലോസ് വാസ് എ ബ്രൗൺ അയൺ മാൻ. ഓക്കെ, മാൻ എന്ന് പറയാൻ പറ്റില്ല, ഹി വാസ് നോട്ട് എ ഹ്യൂമൻ, ഹി വാസ് എ ക്രീച്ചർ. ഓക്കെ, ഹു യൂസ് ടു പ്രൊട്ടക്ട് an island called Crete. ക്രീറ്റ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് പണ്ട് സംരക്ഷിച്ചിരുന്ന ഒരു ക്രീച്ചർ. ആ ക്രീച്ചർ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയാം, ക്രീച്ചർ എന്ന് പറയുന്ന ആള് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് എന്നാണ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. വാട്ട് ദ ക്രീച്ചർ ഡസ് ഇസ് ഇറ്റ് അറ്റാക്സ് എനിമീസ്. ആ ഐലൻഡിനെ തകർക്കാൻ വരുന്ന എല്ലാ എനിമീസിനും കല്ലെറിയുകയാണ് ഇയാൾ ചെയ്യുന്നത്. ദാറ്റ്സ് ഹൗ ഹി പ്രൊട്ടക്ടിങ് ദ ഐലൻഡ്. ഓക്കെ, സോ അന്ന് തൊട്ടേ ഈ ഹ്യൂമൻസിന്റെ അകത്ത്, അല്ലെങ്കിൽ ഈ മനുഷ്യരുടെ അകത്ത് ഉണ്ടായിരുന്ന ഒരു തോട്ടാണ് ടു ക്രിയേറ്റ് സംതിങ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ. ഓക്കെ, സോ അന്ന് തുടങ്ങിയ ആ മനസ്സിനുള്ളിലുള്ള ഒരു തോട്ട് ഇന്ന് നമ്മുടെ ഫോണിന്റെ അകത്തേക്ക് വന്നു. സോ അടുത്ത് കാണുന്നത് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫാസ്റ്റ് ഫോർവേഡ് മുമ്പിലേക്ക് പോകുമ്പോൾ ഹാഫ് സയന്റിസ്റ്റ്, ഫുള്ളി സയന്റിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഹാഫ് സയന്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ദി കളക്ടഡ് ഓൾ ദീസ് ടിഷ്യൂസ് ആൻഡ് ഒരു ബോട്ടിലിന്റെ അകത്ത് എന്നിട്ട് ഹാഡഡ് കെമിക്കൽസ്, ബ്ലഡ് ആൻഡ് എവറിത്തിങ്, ആൻഡ് ദേ വർ ട്രൈങ് ടു ഗ്രോ ഹ്യൂമൻ ഇൻസൈഡ് എ ബോട്ടിൽ. ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ഒക്കെ പണ്ട് മിഡീവൽ ടൈമിൽ നടന്നിരുന്ന കാര്യങ്ങളാണ്. ആൻഡ് കമ്മിങ് ഫാസ്റ്റ് ഫോർവേഡ് ടു 1818. ഓക്കെ, മേരി ഷെല്ലി ഷീ അറ്റൻഡഡ് എ കോൺഫറൻസ്. ഒരു കോൺഫറൻസ് പുള്ളിക്കാരി അറ്റൻഡ് ചെയ്തു. ആ കോൺഫറൻസ് ഫുൾ സയന്റിസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. സോ ദേ വർ ഡിസ്കസിങ് അബൌട്ട് ബ്രിങ്ങിങ് ഹ്യൂമൻ ലൈഫ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബാക്ക് ടു ലൈഫ്, അല്ലെങ്കിൽ ഗിവിംഗ് ബാത്ത്, അല്ലെങ്കിൽ മേക്കിംഗ് എ ക്രീച്ചർ ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ യൂസിങ് ഇലക്ട്രിസിറ്റി വെച്ചൊരു ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഈ സയന്റിസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു കോൺഫറൻസിന്റെ അകത്ത്. ഡു യു ഹാവ് എനി ഡൗട്ട്? അല്ല, ഓക്കെ,
guest admitted. Okay. Just concentration therapy. Okay, so she was attending a conference. Our conference in Agatha, the scientists were discussing about how we can use electricity to give life. പുതിയൊരു മനുഷ്യരെ പോലത്തെ ഒരു വേറെ ആളെ ഉണ്ടാക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു ആ കോൺഫറൻസിനകത്ത് നടക്കുന്നത്. ആഫ്റ്റർ ദിസ് കോൺഫറൻസ് ഷീ വെന്റ് ഹോം. ഓക്കെ, ബട്ട് ദ തോട്ട് ഇൻസൈഡേഴ്സ് വാസ് കീപ് ഓൺ ലൈക് കമ്മിങ്. മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യനെ പോലത്തെ ഒരു ലിവിംഗ് ക്രീച്ചറിനെ ഫ്രം ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ആ തോട്ട് ഇറ്റ് വാസ് കെപ്റ്റ് കമ്മിങ് ഓൺ ഹർ മൈൻഡ്. ഷീ വെന്റ് ഹോം, ഷീ തോട്ട് അബൌട്ട് ഇറ്റ് അഗൈൻ ആൻഡ് ഷീ റോട്ട് എ സ്റ്റോറി. നിങ്ങൾ ഫ്രാങ്കിൻസ്റ്റൺ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ മീറ്റിന്റെ അകത്ത്? ഫ്രാങ്കിൻസ്റ്റൺ എന്ന് പറഞ്ഞ മൂവി നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയതാണ്. യെസ്, നമ്മുടെ ജേക്കബ് എൽറോഡി ഒക്കെ അഭിനയിച്ചൊരു വലിയ മൂവിയാണ്. സോ ദാറ്റ് മൂവി വാസ് ഇൻസ്പയർഡ് ബൈ ഹർ ബുക്ക്. ഓക്കെ, ആ ബുക്കിന്റെ അകത്ത് ദ സയന്റിസ്റ്റ് വാസ് ഗിവിംഗ് ലൈഫ് ടു എ ക്രീച്ചർ. ആ ക്രീച്ചറിന്റെ ഓരോ ബോഡി പാർട്സും ഉണ്ടാക്കിയിരിക്കുന്നത് is from dead bodies part. Okay, as you can see in this picture itself, this is the creature that he created. Okay, so he was the man behind it. അയാൾ ഒരു കോൺഫറൻസിന്റെ അയാളുടെ ഐഡിയ പറയുന്നുണ്ടായി. ആൻഡ് ഈച്ച് ബോഡി പാർട്ട് ഓരോ ടിഷ്യൂസും ഓരോ ഡെഡ് ബോഡീസിന്റെ അകത്തുനിന്ന് കളക്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് ഇലക്ട്രിസിറ്റി ഒക്കെ കൊടുത്ത് ഹിസ് ഗിവിംഗ് ലൈഫ് ടു എ ക്രീച്ചർ. ഓക്കെ, ഇറ്റ്സ് നോട്ട് കോൾഡ് ഹ്യൂമൻ, ഇറ്റ്സ് എ ക്രീച്ചർ. ഓക്കെ, അങ്ങനെ ആ മൂവിന്റെ അകത്ത് ഇഫ് യു ഹാവ് വാച്ച്ഡ് ദാറ്റ് മൂവി ഇറ്റ്സ് വെരി എവിഡന്റ്. ലാസ്റ്റ് ഇയാൾ ഈ ജീവൻ കൊടുത്ത് ഈ ക്രീച്ചർ ഇസ് ഇറ്റ്സെൽഫ് കില്ലിംഗ് ദാറ്റ് സയന്റിസ്റ്റ്. ഓക്കെ, ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ ദ ക്രീച്ചർ ഇറ്റ്സ് സെയിം വൈ ഡിഡ് യു ഗിവ് ലൈഫ് ടു മീ, ഞാൻ ജീവിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അറ്റ് ദി എൻഡ് വി കൻ സീ ദാറ്റ് ഇത് ഉണ്ടാക്കിയ സയന്റിസ്റ്റ് മരിച്ചു പോവാണ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് ഇറ്റ്സെൽഫ് വി കൻ സീ ദ തോട്ട് ഇൻ ദ ഹ്യൂമൻ. നമ്മള് പണ്ടത്തെ കാലത്തെ ആൾക്കാർ തന്നെ ആ ഒരു തോട്ട് ക്രിയേറ്റിംഗ് സംതിങ് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു തോട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഇൻ ദിസ് മൂവി, ഇൻ ദാറ്റ് ബുക്ക് വിച്ച് വാസ് റോട്ട് ബൈ മേരി ഇറ്റ്സെൽഫ്, അതിൽ കുറെ ആസ്പെക്ട്സ് അതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി ഗിവിംഗ് ലൈഫ് ടു ക്രീച്ചർ ബട്ട് ഓൾസോ ദാറ്റ് ക്രീച്ചർ ടേക്കിംഗ് ലൈഫ് ഓഫ് ഹ്യൂമൻ. മനസ്സിലായോ? ലാസ്റ്റ് ഇത് ഉണ്ടാക്കിയ ആ സയന്റിസ്റ്റിന്റെ ജീവൻ ആ ക്രീച്ചർ തന്നെയാണ് എടുക്കുന്നത്. The scientist which gave birth to the creature, ആ ക്രീച്ചർ തന്നെ ഈ സയന്റിസ്റ്റിനെ കൊല്ലുന്നു. So in that itself we can pretty evidently see what is happening right now in today. Okay, ഈ ഒരു whole story തന്നെ നമുക്ക് പല രീതിയിൽ നമ്മുടെ ശരിക്കുമുള്ള ഈ ജീവിതത്തിൽ തന്നെ we can see it. So what I quoted, why I quoted all this is because he thought of creating just like us എന്ന് പറയുന്ന ഒരു thought, it was not something that happened during എന്താ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തോട്ടല്ല, ഉണ്ടായ ഒരു തോട്ടല്ല. It was there from the BCs itself. Okay, so yes, the man of the എന്താ പറയാ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഫാദർ എന്ന് വിളിക്കുന്ന അലൻ ട്യൂറിംഗ്. I hope many of you guys have heard about him, right? Alan Turing, എല്ലാരും കേട്ടിട്ടില്ലേ? Just thumbs up or anything. Yes, he's a very famous man. He's called the father of computer science. ഇവിടെ കുറെ CSE പിള്ളേരുണ്ട്, അവരൊക്കെ ഇപ്പൊ ഇരുന്ന് എന്താ പറയാ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ഇയാളെ പറ്റിയിട്ടാണ്. എന്നാലും അയാളെ പറ്റിയിട്ട് അയാളെ പറ്റി പറയാതെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഹി പ്ലേഡ് എ വെരി 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 ഇമ്പോർട്ടന്റ് റോൾ. ലൈക്ക് ക്യാൻ മെഷീൻസ് തിങ്ക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഹി ആസ്ക്ഡ്. അത് വെച്ചാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും എന്താ പറയാ ഒരു യുഗം തന്നെ ഹി ക്രിയേറ്റഡ്. ഓക്കെ, സോ അലൻ ട്യൂറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഹി പ്ലേഡ് എ വൈറ്റൽ റോൾ ഇൻ വേൾഡ് വാർ 2. ഓക്കെ, യെസ്, ട്യൂറിംഗ് മെഷീൻ, യെസ്. Turing test ഒക്കെ ഉണ്ട്. We'll be discussing that and all. So he played a very big role in World War II. World War IIന്റെ ഒരു ലെങ്ത് 2 വർഷത്തിൽ നിന്ന് കുറച്ച് ഇയാളാണ്. അതായത് 2 വർഷം ആ വേൾഡ് വാർ കണ്ടിന്യൂ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ he played a vital role in that. അത് കാരണം വേൾഡ് വാർ ചുരുങ്ങി. ഓക്കെ, സോ ലെറ്റ് മീ ടെൽ യു ഹൗ ഹി ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഓൾ ദിസ്. പണ്ട് നാസി ജർമ്മനിലെ ആൾക്കാര് they were having World War basically നാസീസും UK US ഇവരൊക്കെ ഒപ്പോസിങ് ചെയ്ത് നടന്നൊരു വലിയൊരു വാറാണല്ലോ വേൾഡ് വാർ 2. അപ്പൊ അതില് ഈ USA ഇങ്ങനത്തെ രാജ്യം അലൈൻഡ് കൺട്രീസ് ഒക്കെ തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. they were defeated by Nazis to an extent. അതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ നാസി ആൾക്കാർ സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് ഭയങ്കരമായിട്ട് എൻക്രിപ്റ്റഡ് ആണ്. അത് കാരണം ഇവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്തൊക്കെ മെസ്സേജസ് ആ സെൻഡ് ചെയ്യുന്നത്. അത് കാരണം ഇവര് നെക്സ്റ്റ് മൂവ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഈ US ബാക്കി അലൈൻഡ് രാജ്യങ്ങളൊക്കെ തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അലൻ ട്യൂറിംഗ് he got into this picture and he decoded this machine. ഇതാണ് Enigma was the advanced cipher device used by the Nazi government to scramble and encrypt top secret military messages. ഈ ഒരു ഡിവൈസസിനെ ഡീകോഡ് ചെയ്തിട്ട് പിന്നെ നാസി ആൾക്കാരെ സെൻഡ് ചെയ്തിരുന്ന എല്ലാ മെസ്സേജസും ഡീകോഡ് ചെയ്ത് അതിനുള്ളിൽ എന്താണ് പറയുന്നത് കണ്ടുപിടിക്കാൻ ഒരു വൈറ്റൽ റോൾ ഈ ട്യൂറിൻ പ്ലേ ചെയ്തു. ഓക്കെ, സോ ഹി വാസ് ദി മാൻ ഹു ഡീകോഡഡ് ദിസ് വെരി അഡ്വാൻസ്ഡ് സൈപ്പർ ഡിവൈസ്. Okay, so that is how
he involved in the World War II. അത് കാരണം it played a very very big role. അത് കാരണം World War II which was 2 വർഷം കൂടെ നടന്ന് millions of ആൾക്കാരെ കൊല്ലുന്ന ആ World War II ചുരുങ്ങിയത് is because he was able to do this. Okay. After that war എല്ലാ ആൾക്കാരും സെലിബ്രേറ്റ് ചെയ്തും എന്താ പറയാ ഫ്രീഡം കിട്ടി എന്ന് പറഞ്ഞ് ആഘോഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് he didn't stop there. He continued. ഇന്ത്യയിൽ ഒരു മൂവി ഉണ്ട്, എന്തായിരുന്നു ഇതിന്റെ ഒരു മൂവി ഉണ്ട്. യെസ് എക്സാക്ട്ലി, ഇതിന്റെ മൂവി ഉണ്ട്. ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഔട്ട്. ഓക്കെ, റോസ് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തെന്ന് ചോദിച്ചാട്ടോ. ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടിന്യൂയിങ്. സോ യെസ്, ദെൻ ഹി ഡിഡ്ന്റ് സ്റ്റോപ്പ് ദെയർ. ഹി വാസ് സ്റ്റിൽ റിസർച്ചിങ്. ലൈക്ക് അയാളുടെ മനസ്സിൽ വീണ്ടും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ലൈക്ക് ഹൗ ക്യാൻ വി മേക്ക് മെഷീൻസ് തിങ്ക്, അല്ലെങ്കിൽ ഇനി ഇതിനപ്പുറം എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഹി ബിലീവ്ഡ് ലോട്ട് ഇൻ ദാറ്റ്. അങ്ങനെയാണ് ഹി published his first paper called he published the famous paper called the Turing test എന്ന് പറയും. ട്യൂറിംഗ് ടെസ്റ്റ് ഇവിടെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ഗൈസ് ഹാവ് ഹേർഡ് ഇറ്റ്, പക്ഷെ നല്ലൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയാം, കേട്ടിട്ടില്ലാത്ത കുറെ ആൾക്കാരുണ്ടാവും. സോ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല, ദാറ്റ് വിൽ ബി എ ജഡ്ജ്. ഓക്കെ, ഒരു ജഡ്ജ് ഇവിടെ ഉണ്ടായിരിക്കും, ആസ് യു കെൻ സീ ഓവർ ഹിയർ. ആൻഡ് ഹി ഇസ് അവിടെ ഒരു രണ്ട് റൂമിന്റെ അകത്ത് ദാറ്റ് വിൽ ബി എ ഹ്യൂമൻ ആൻഡ് എ കമ്പ്യൂട്ടർ. അവരുടെ ഇടയിൽ ഒരു പാർട്ടീഷൻ ഉണ്ടായിരിക്കും. ദിസ് ജഡ്ജ് കനോട്ട് സീ വാട്ട് ഇസ് ഇൻസൈഡ് ദോസ് ടു റൂം. എവിടെയാണ് ഹ്യൂമൻ ഇരിക്കുന്നത്, എവിടെയാണ് കമ്പ്യൂട്ടർ ഇരിക്കുന്നത് എന്ന് ഒരു അറിവും ഈ ജഡ്ജിനില്ല. സോ ഹി വിൽ ബി ആസ്കിങ് സം ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ ഹ്യൂമനിന് പോകും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് പോകും. അവിടുന്ന് ഒരു ആൻസർ ഇയാളുടെ മോണിറ്ററിലേക്ക് വരും. If he is able to identify whether if he is not able to identify whether the answer is from a human or a computer, then the computer is that good എന്ന് പറയും. ഓക്കെ, അതായത് അയാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ ക്വസ്റ്റ്യൻ അയാൾക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം ഒരു ഹ്യൂമന്റെ കയ്യിലാണോ ഒരു കമ്പ്യൂട്ടറിന്റെ കയ്യിലാണോ വരുന്നതായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ദ കമ്പ്യൂട്ടർ വോൺ ഓവർ ദർ. ഓക്കെ, ജയിച്ചു എന്നാണ്. സോ ദിസ് വാസ് ദി എന്താ പറയുക ട്യൂറിംഗ് ടെസ്റ്റ് ഹി പ്രപ്പോസ്ഡ്. ഇതിന്റെ പേപ്പർ ഒക്കെ ഭയങ്കരമായിട്ട് പബ്ലിഷ് ചെയ്തു. ഇറ്റ് വാസ് വെരി ഫേമസ്. ആൾക്കാർ ഇതിലൊക്കെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. സോ ദിസ് വാസ് ദി ടെസ്റ്റ് വിച്ച് വാസ് പ്രപ്പോസ്ഡ് ബൈ Alan Turing. Okay, അത് കഴിഞ്ഞിട്ട് ലേറ്റർ ജസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കാം. ലേറ്റർ Alan Turing പിന്നെ he was not able to discover anything more. അയാളുടെ ലൈഫ് ഭയങ്കരമായിട്ടും ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക് പോയി. He was prosecuted by the British government. Like അയാൾ 41 yearsൽ മരിക്കുകയാണ് because he was identified as gay identified as gay, which was not appropriate at that time. അങ്ങനെ ഗവൺമെന്റ് അയാളെ പണിഷ് ചെയ്യുന്നു and he is dying at 41. Okay, അല്ലെങ്കിൽ if he was alive he would have given more and more ideas out. അത് പിന്നെ നമ്മുടെ ഫ്യൂച്ചർ കുറച്ചും കൂടെ അഡ്വാൻസ് ആക്കിയാണ്. So yeah, anyways, next is the next man behind this AI, John McCarthy. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടായിരിക്കും, ജോൺ മെക്കാർത്തി. സോ ഇദ്ദേഹത്തിന്റെ ലാബ് ഒക്കെ ഞങ്ങളുടെ കോളേജിലുണ്ട്. ഞങ്ങളുടെ കോളേജിൽ എല്ലാ ലാബ്സും ഒരു സയന്റിസ്റ്റിന്റെ പേരായിരിക്കും. യെസ്, father of AI. He's the father of AI. He's the first man who coined the term artificial intelligence. നമ്മൾ ഇന്ന് വിളിക്കുന്ന AI എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് തന്നെ ഇയാളാണ്. ഇറ്റ് വാസ് ഇൻ ഒരു ഡാർട്ട്മൗത്ത് യൂണിവേഴ്സിറ്റി യുഎസിലുള്ള ഒരു കോൺഫറൻസിലാണ് ഹീസ് കോയിൻ ദ ടേം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പിന്നെ തൊട്ടാണ് എല്ലാവരും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്ന് വിളിക്കാൻ തുടങ്ങിയത്. സോ ഹി വാസ് ദ മാൻ ബിഹൈൻഡ് ദാറ്റ് നെയിം. John McCarthy was very much into this എന്താ പറയുക ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ ക്യാൻ കമ്പ്യൂട്ടേഴ്സ് തിങ്ക് എന്നുള്ളൊരു ആസ്പെക്ട് ചോദ്യം ചെയ്ത് he was like he was ഒരു സമ്മർ വെക്കേഷൻ, he was having the summer vacation. He was so determined and he was saying like thinking like ഈ വെക്കേഷൻ ഇരുന്ന് I will create a program which can think എന്നുള്ളൊരു വരിയിലായിരുന്നു. പക്ഷെ unfortunately ഒരു summer vacation was not enough. Later he in a conference he proposed this term artificial intelligence. അങ്ങനെയാണ് പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭയങ്കര എന്താ പറയുക ബൂം ആയിട്ട് ഇൻഡസ്ട്രിയിലേക്കൊക്കെ വരാൻ തുടങ്ങിയത്. And next is the very famous chatbot Eliza. Okay, this is the first chatbot that was created. Elizaയുടെ പ്രത്യേകത എന്താണെന്ന് അറിയൂ? എലിസയെ പ്രത്യേകിച്ച് ബുദ്ധിയില്ല. ടു ബി ഓണസ്റ്റ് പറയാം, പ്രത്യേകിച്ച് ബുദ്ധിയില്ല. അത് ഭയങ്കര എവിഡന്റ് ആട്ടോ. ഇതാണ് എലിസയുടെ അകത്ത് നടക്കുന്ന ഒരു കോൺവെർസേഷൻ. അതായത് ഇപ്പോ ഞാൻ പോയിട്ട് എലിസയുടെ അടുത്ത് പറയാണ് ഐ എം വെരി ഹംഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ വൈ ആർ യു ഫീലിംഗ് ഹംഗ്രി, അല്ലെങ്കിൽ ഐ എം വെരി അൺഹാപ്പി എന്ന് പറയുമ്പോൾ ഓ വാട്ട് മെയ്ഡ് യു അൺഹാപ്പി. നമ്മൾ എന്ത് ക്വയറി അല്ലെങ്കിൽ നമ്മൾ എന്ത് അങ്ങോട്ട് പറയുന്നു അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി തിരിച്ച് നമ്മളോട് ചോദിക്കും. ദാറ്റ് വാസ് ബേസിക്കലി ഇറ്റ് ഇസ് ഡു. അതിനകത്ത് ഒരു ബ്രെയിൻ ഇല്ല. അത് NLP യൂസ് ചെയ്യുന്നുണ്ട് ടു ഐഡന്റിഫൈ വാട്ട് വി ആർ സെയിങ്, ആ കാര്യമൊക്കെ ഉണ്ട്. അതിൽ നിന്നൊരു ക്വയറി ഉണ്ടാക്കി തിരിച്ചു തരാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്. അത്രേ ഉള്ളൂ അത്. ഓക്കെ, ഇപ്പൊ തന്നെ യു ക്യാൻ സീ ഓൾ ദിസ് ലൈക്ക് hey I am sorry to hear that you are depressed, it's true I am unhappy, can you explain what made you unhappy. അതിന്റെ കീവേഡ് കണ്ടുപിടിച്ചിട്ട് അതേ വെച്ച് വേറെ ചോദ്യം ചോദിക്കാം. ദാറ്റ് ഇസ് ഓൺലി വാട്ട് ഇറ്റ് ഇസ് ഏബിൾ ടു ഡു. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്തത് ജോസഫ് റീസ്ബോം എന്ന് പറഞ്ഞൊരു MIT സ്റ്റുഡന്റ് ആണ്. വാട്ട് വാസ് ഇൻട്രസ്റ്റിംഗ് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ അതിന്റെ കണ്ടതാണ്. ഈ ഫസ്റ്റ് ചാറ്റ് ബോട്ട് റിലീസ് ആയ സമയം തന്നെ എല്ലാ ആൾക്കാരും ഗോട്ട് സോ അഡിക്റ്റഡ് ഇറ്റ്.
എല്ലാ ആൾക്കാരും ഈ ചാറ്റ് ബോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു ഹ്യൂമന്റെ അടുത്ത് നടത്തുന്ന കോൺവെർസേഷനെ കാട്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെയാണ് ആശ്രയിച്ചത് ടു ഹാവ് എ കോൺവെർസേഷൻ. എന്തുണ്ടെങ്കിലും തുറന്നു പറയുന്നത് ഈ എലിസ എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ടിന്റെ അടുത്താണ്. ആൻഡ് വാട്ട് ഫണി ഐ റെഡ് ഇസ് ഈ ജോസഫിന്റെ സെക്രട്ടറി വരെ they'll ask Joseph to get out of the room so that the secretary can have conversation with Eliza. So that much addicted people were with this chatbot. But it made Joseph very, unhappy. He was very upset with it because it is doing nothing. Eliza എന്ന് പറയുന്ന ബോട്ട് ഒന്നും ചെയ്യുന്നില്ല. It is just a mirror. But still, people are, using that mirror, even though they know that it is doing nothing. അങ്ങനത്തെ രീതിയിലൊക്കെ തോന്നുന്ന പോലും ഇല്ല. Like, even though അങ്ങനത്തെ ഒരു ഭയങ്കര എവിഡന്റ് ആണെങ്കിലും they are not even minding that and still opening up to this Eliza. See, again, it is so evident in our modern days. ഇപ്പോഴും പല ആൾക്കാരും ഹ്യൂമൻസിനെ കാട്ടി ആശ്രയിക്കുന്നത് ചാറ്റ് ജിപിടിയോടും മറ്റ് ചാറ്റ് ബോട്ട്സിനോടാണ് ടു ഓപ്പൺ അപ്പ്. So in that time itself, when this Eliza was not even useful, ആൾക്കാർ ആ സമയത്ത് തന്നെ they started opening up big things to this chatbot. So yeah, so this was the first chatbot created. Then the first AI winter period. എഐന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 വിന്റർ പീരീഡ് ആണുള്ളത്. വിന്റർ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു അഡ്വാൻസ്മെന്റും ഇല്ലാത്ത കാലഘട്ടമാണ്. അതായത് nothing is happening there. Like ഒന്നുമില്ല, സയന്റിസ്റ്റുകൾക്ക് ജോലിയില്ല, they don't know what to do. Like എഐയിൽ ഒരു വികസനമില്ല, അങ്ങനത്തെ ഒരു സമയമാണ് telling us winter period. So എഐന്റെ ഹിസ്റ്ററിന്റെ അകത്ത് this is the first winter period that has happened. Okay, why this winter period happened? Because they were not able to, like they were having lack of knowledge. എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. So that was the first reason to have the winter period. Okay, അത് കഴിഞ്ഞ് പിന്നെ വിന്റർ പീരീഡിന്റെ ഒരു മെയിൻ ഇഷ്യൂ കൂടെ ഉണ്ട്. ഈ എലിസയൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ജോൺ മെക്കാർത്തി ഇങ്ങനത്തെ വലിയ കോൺഫറൻസിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടേം കോയിൻ ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ദീസ് സയന്റിസ്റ്റ് ടോൾഡ് ദി ഗവൺമെന്റ് ലൈക്ക് നമുക്കൊരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, വി കൻ ബ്രിങ് എ വെരി ബിഗ് ചേഞ്ച് ടു ദിസ്, സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് കീപ് ഓൺ ഇൻവെസ്റ്റിംഗ് ദ മണി, ദർ മണി. പക്ഷേ ദിസ് സയന്റിസ്റ്റ് എന്താ ചെയ്തേ, നാളെ ആകെ they started procrastinating. പിന്നെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. So they are not getting anywhere. So അങ്ങനെ നിന്നപ്പോ ഗവൺമെന്റ് കീപ്സ് ഓൺ ഇൻവെസ്റ്റിംഗ് ബട്ട് സയന്റിസ്റ്റ് ഇസ് നോട്ട് ഫൈൻഡിങ് എനിത്തിങ് ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനത്തെ ഒരു പോയിന്റ് എത്തിയപ്പോ they stopped everything and that is also the reason for the first winter period. Then expert systems, അത് 1980-ലാണ്. എക്സ്പെർട്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is having a set of rules അതിന്റെ അകത്ത് ഓൾറെഡി കൊടുത്തിരിക്കും. നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നു, it will use the rules and then gives the output. ഓക്കെ, സോ നമുക്കിപ്പോ ആ റൂളിൽ ഇപ്പൊ നമ്മൾ കൊടുത്ത റൂൾസും അത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനപ്പുറം നമുക്ക് അതിനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ again we have to add a lot of code and rules, then it will do that. Still it is relying on the code. മനസ്സിലായി, ഒരു ഇന്റലിജൻസ് വർക്ക് ആവുന്നില്ല. Still it is relying on the code itself. അത് കൊടുക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് പുറത്ത് കിട്ടും. So that was expert system. പക്ഷെ still in 1980s when it was launched, കുറെ ആൾക്കാർക്ക് ഇതിന് കുറെ എന്താ പറയുക ഉപകാരം ഉണ്ടായി and people started investing again. So this was also a kind of boom in history. ഒരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ ടു എക്സ്റ്റെൻഡ് കഴിഞ്ഞപ്പോ അഗെയിൻ ഇതിന്റെ എന്താ പറയുക ഒരു ഹൈപ്പ് ഒക്കെ കുറഞ്ഞു വരാൻ തുടങ്ങി. Then in 1997 IBM launched Deep Blue, the first machine which defeated the world chess champion. Okay, it was a revolution to be honest. കാരണം ഭയങ്കര ന്യൂസ് ആയി, because വേൾഡ് ചാമ്പ്യനെ തോപ്പിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആൻഡ് ഓൾസോ ചെസ് ഇസ് സോ ഹാർഡ്, നോട്ട് ഓൺലി ഫോർ ഹ്യൂമൻ. അതിന്റെ അകത്ത് ഒരുപാട് മാത്തമാറ്റിക്സ് ഉണ്ട്. യു ഹാവ് ടു എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് യുവർ ഒപ്പോണന്റ്, അയാൾ എന്ത് മൂവ് മേക്ക് ചെയ്യുന്നത്, അതിന്റെ 10 മൂവ് മുന്നിൽ കാണണം, അങ്ങനത്തെ കുറെ ആസ്പെക്ട്സ് ചെസ് എന്ന് പറയുന്ന ഒരു കളിയിലുണ്ട്. സോ ദിസ് ഡീപ് ബ്ലൂ വാസ് ദി ഫസ്റ്റ് മെഷീൻ ഹു ഡിഫീറ്റഡ് ദ വേൾഡ് ചാമ്പ്യൻ. So which was a very big news. കുറെ ഐബിത്തിന് അതിൻ്റെതായ കുറെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായി. സോ ലേറ്റർ ദിസ് ചെസ് ചാമ്പ്യൻ ഗേവ് കേസ് ആൻഡ് ഓൾ, അത് വേറൊരു സ്റ്റോറിയാണ്. ലൈക്ക് കേസ് ഒക്കെ കൊടുത്തു ബിക്കോസ് ഹി ഫൗണ്ട് ദാറ്റ് കുറെ മൂവ്സ് കമ്പ്യൂട്ടർ മൂവ് ആയിട്ട് തോന്നുന്നില്ല, വിച്ച് വാസ് ലൈക്ക് ഹ്യൂമൻ മേക്ക് ചെയ്ത മൂവ് പോലെയാണ് അയാൾക്ക് തോന്നിയത് എന്ന് പറഞ്ഞിട്ട് ഹി ഗേവ് കേസ് ആൻഡ് ഓൾ റിഗാർഡിംഗ് ദിസ്. സോ ഫ്രം ദാറ്റ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് സോ എവിഡന്റ് ദാറ്റ് how accurate it was, like in the sense human moves adine make cheyan patti ennu parayumbol it's not a small thing when it comes to the AI allengil aa oru munnot AI endaanennu figure out cheyyuna kalagadathil ee oru cheriya hype endu validayirikkum. Okay, so these are the image that he is playing. So Deep Blue was made a revolution, to be honest. Then Geoffrey Hinton, ഞങ്ങളുടെ ക്ലാസ് കോളേജിൽ ഹിൻടന്റെ ഒരു ലാബ് ഉണ്ട്. ഓക്കെ, ഇയാളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐ റിയലി ഫൈൻഡ് ഹിം വെരി ഇൻസ്പയറിംഗ് ബിക്കോസ് ഹി വാസ് ദ മാൻ ഹു ലൈക്ക് ഹി ബിലീവ്ഡ് ഇൻ ഹിംസെൽഫ് എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായി എഐന് ഒരു വിന്റർ പീരീഡ് ഉണ്ടായിരുന്നു. ഈ വിന്റർ പീരീഡ് ഉണ്ടായിരുന്ന സമയം എല്ലാ സയന്റിസ്റ്റും ജോലി പോയി, അല്ലെങ്കിൽ ഒന്നുമില്ല, ലൈക്ക് എല്ലാം നാശത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടൊരു മുന്നോട്ടില്ല എന്ന് ചിന്തിച്ചപ്പോഴും ഹീസ് ദ മാൻ ഹു റിയലി തോട്ട് ലൈക്ക് ഇല്ല ഐ ക്യാൻ മേക്ക് എ ഡിഫറൻസ്, അല്ലെങ്കിൽ ഐ ബിലീവ് ഇൻ മൈ സെൽഫ് എന്നുള്ള രീതിയിൽ അയാൾ ചിന്തിച്ചിട്ട്
ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഐഡിയ ഇയാളാണ് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, ബാക്കിയുള്ള സയന്റിസ്റ്റ് അതിനൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്ന സമയത്തും ഹി വാസ് ദി മാൻ ഹു വർക്ക് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ഹി സ്റ്റുഡ് സോ സ്ട്രോങ് ദാറ്റ് ഹി ഇൻട്രൊഡ്യൂസ് ദി ടേം ന്യൂറൽ നെറ്റ്വർക്ക്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള പോലെ തന്നെ ന്യൂറോൺസ് ഉണ്ട്. അതായത് ഇപ്പൊ കാണാം ഇവിടെ നോട്ട്സ് ആണ്, ഓരോ നോട്ട്സ് ഉണ്ട്, ഒരു ഇൻപുട്ട് ലെയർ ഉണ്ട്, ഇൻപുട്ട് ലെയർ ഉണ്ട്, ഹിഡൻ ലെയർ ഉണ്ട്, ഔട്ട്പുട്ട് ലെയർ ഉണ്ട്. ഇത് ഓരോ നോഡാണ്. ഓരോ നോഡിനും ഓരോ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഈ -7 +1 +2 എന്നൊക്കെ കാണുന്ന ഈ വെയിറ്റ്സ് ആണ്. സോ ഇൻപുട്ട് എന്താണ് കൊടുക്കുന്നത്, ഈ ഹിഡൻ ലെയർസിലൂടെ അത് കടന്നുപോയി പാസ് ചെയ്ത് കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ ഔട്ട്പുട്ട്. CNN എന്ന് പറയും, കോൺവല്യൂട്ടഡ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇമേജ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, വിച്ച് ഇസ് ഹാവിംഗ് സോ മച്ച് ആക്യുറസി. ഇതിന്റെ അകത്ത് വാട്ട് ഇസ് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് ഇയാൾ ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ഇയാൾ കാണിച്ചത് ബൈ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ കോമ്പറ്റീഷൻ. ഓക്കെ, സോ ഇമേജ് നെറ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷനിൽ ഹി പാർട്ടിസിപ്പേറ്റഡ് വിത്ത് ഹിസ് ടീം. ബാക്കി എല്ലാ ആൾക്കാരും യൂഷ്വൽ മെത്തേഡ്സ് യൂസ് ചെയ്തപ്പോൾ ഹി യൂസ്ഡ് ഹിസ് ന്യൂറൽ നെറ്റ്വർക്ക്. യു കൻ സീ ഓവർ ഹിയർ ആൻഡ് ഇറ്റ് വാസ് ഹാവിംഗ് സോ മച്ച് ആക്യുറസി. കുറെ സയന്റിസ്റ്റ് ഇത് കണ്ട് they were star-struck, like literally to be honest. കാരണം ഇത്രയും അക്യുറസി കുറവും എന്നാൽ നല്ലൊരു ഔട്ട്പുട്ടും കിട്ടുന്ന, എറർ കുറവും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മോഡൽ അന്നത്തെ സമയത്ത് they were not able to find. So that is how the neural network എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റ് മുന്നിലേക്ക് വന്നത്. ഓക്കെ, ദെൻ യെസ്, ഒരു 8 സയന്റിസ്റ്റ് കൂടെ ഉണ്ടാക്കിയ ഒരു ആന്ത്രോപിക്കിന്റെ പേപ്പർ ആണ് അറ്റൻഷൻ ഇസ് ഓൾ യു നീഡ്. ഹാവ് എനിവൺ ഹേർഡ് അബൌട്ട് ദിസ് പേപ്പർ? അറ്റൻഷൻ ഇസ് ഓൾ യു നീഡ് എന്ന് പറഞ്ഞ പേപ്പർ കേട്ടിട്ടുണ്ടോ? ഈ thumbs up if you have seen. വായിച്ചിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? Are you guys for like can you കേൾക്കാൻ പറ്റുന്നുണ്ട്? Like am I too fast or do you want me to slow down? Any problem or everything clear ആണോ? Yes, okay. ഒന്നും again explain ചെയ്യേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? Please do tell me guys. അശ്വതി എന്ത് പറ്റി? Any problem? Ashwati. Okay, okay. I hope Ashwati will respond because I don't want you guys to waste your time. കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് വൈകിയ തുടങ്ങിയപ്പോ I was just thinking, ഞാൻ ഫാസ്റ്റ് ആണെങ്കിൽ do let me know, okay? And free feel to ask. I'm just your senior, okay? Yes. So attention is all you need. അറ്റൻഷൻ ഇസ് ഓൾ യു നീഡ് എന്ന് പറയുന്നത് ഒരു പേപ്പർ ആണ്. അത് 8 ആൾക്കാർ ചേർന്നുണ്ടാക്കി സബ്മിറ്റ് ചെയ്ത ഒരു പേപ്പർ ആണ്. ഇറ്റ് ഇസ് ലൈക്ക് ആക്ച്വലി എ വെരി ബിഗ് പേപ്പർ. കാരണം AI പറ്റി എന്തൊരു കാര്യം പഠിക്കുന്നുണ്ട് ഒരു വ്യക്തിയാണെങ്കിലും വിൽ റെഫർ ദിസ് പേപ്പർ. സോ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഔട്ട് ദിസ് പേപ്പർ. ഓക്കെ, അറ്റൻഷൻ ഇസ് ഓൾ യു നീഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പറിന്റെ അകത്ത് അവർ പറയുന്നത് ഒരു അറ്റൻഷൻ ലെയർ അല്ലെങ്കിൽ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് പറയുന്ന ഒരു പേപ്പറാണ് അറ്റൻഷൻ ഇസ് ഓൾ യു നീഡ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാണുന്ന കറന്റിന്റെ ആസാനല്ല, ഈസി പിള്ളേർ ഡോൺ തെറ്റിദ്ധരിക്കൽ. ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെ അകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ്. ട്രാൻസ്ഫോം അപ്പൊ യൂഷ്വലി ഒരു ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, പണ്ടത്തെ ഇപ്പില്ല, പണ്ടത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പഠിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത ഒരു കുട്ടിയെ കൊണ്ട് വായിക്കുന്ന പോലെയാണ് പണ്ടത്തെ വായിച്ചിരുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു സെന്റൻസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ ദി ട്രോഫി ഡിഡ്ന്റ് ഫിറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ടു ബിഗ്. ഓക്കെ, അത് വായിക്കും. ഒരു RNN എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ട്, അതായത് ജസ്റ്റ് ഒരു ബോക്സ് പോലെ RNN ആണ്. അതിന്റെ അകത്ത് ആദ്യം വായിക്കും, അത് കഴിഞ്ഞിട്ട് ട്രോഫി വായിക്കും, അത് ഇനി ഡിഡിൽ വായിക്കും, ഫിറ്റ് വായിക്കും, ബിക്കോസ് വായിക്കും, ഇറ്റ് വായിക്കും, വാസ് വായിക്കും, ടു വായിക്കും. ഈ 2 എത്തുമ്പോൾ തന്നെ അത് ട്രോഫിനെ പറ്റിയിട്ടൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, കാരണം അതിന് ആ മെമ്മറി ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. ഓക്കെ, ആദ്യത്തെ 2 വാക്ക് പഠിക്കുമ്പോൾ തന്നെ 3ാമത്തെ വാക്ക് വായിക്കുമ്പോൾ ആദ്യത്തെ വാക്ക് മറന്നു പോകും. അങ്ങനത്തെ ഒരു എന്താ പറയുക പ്രശ്നം പണ്ടത്തെ AI ഉണ്ടായി. ബൈ ദ ടൈം ഇറ്റ് റീച്ചസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫോർഗോട്ടൻ ട്രോഫി. ഓക്കെ, പക്ഷെ ഇതിന്റെ അകത്ത് വി ആർ റെഫറിംഗ് ഇറ്റ് എന്ന് പറയുന്നത് ട്രോഫിനെയാണ്. അതുപോലും അതിന് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് പക്ഷെ നമ്മൾ ഹ്യൂമൻസ് റീഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വായിക്കും, എന്നിട്ട് ഇറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നേരെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പോയി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വിൽ ബി ഗെറ്റിംഗ് എന്താണ് ഇറ്റ് എന്ന് പറയുന്ന സംഭവം അല്ലെ. സോ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായി. സോ ദിസ് വാസ് എന്താ പറയാ റെക്ടിഫൈഡ് യൂസിങ് ഈ ട്രാൻസ്ഫോമേഴ്സ് എന്നൊക്കെ പറയുന്നത്, ഈ അറ്റൻഷൻ എന്ന് പറയുന്ന ലെയർ. ഓക്കെ, വാട്ട് അറ്റൻഷൻ ലെയർ ഡസ് ഇസ് ഓരോ വാക്കും വേറെ വാക്കുമായിട്ട് മാപ്പ് ചെയ്യുക അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഷി ഡ്രൈവ്സ് മീ ക്രേസി. ഓക്കെ, അല്ലെങ്കിൽ ഷി ഡ്രൈവ്സ് മീ ക്രേസി, ഐ വോണ്ട് ഡ്രൈവ് എ കാർ. അപ്പൊ ഇതിന്റെ അകത്ത് ഡ്രൈവ് എന്ന് പറയുന്ന വാക്കുകൾക്ക് 2 അർത്ഥമായിരിക്കും. അപ്പോ ടു ഐഡന്റിഫൈ വാട്ട് ഇറ്റ് ആക്ച്വലി മീൻസ്, ഇപ്പൊ ഷീ ഡ്രൈവ്സ് മീ ക്രേസി എന്ന് പറയുമ്പോൾ വേറൊരു അർത്ഥമാണെന്നും അല്ലെങ്കിൽ ഐ വോണ്ട് ഡ്രൈവിന് വേറെ അർത്ഥമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് ലൈക്ക് അഡ്ജസ്റ്റന്റ് വാക്കുകൾ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന വാക്കുകൾ നോക്കിയിട്ടാണ്. അത് ഈ അറ്റൻഷൻ ലെയർ ആണ് ചെയ്യുന്നത്. ഓക്കെ, we'll be getting into all that very deeply. So just want to get
Attention is looking at surrounding word to understand meaning, not word by word. ഓരോ വാക്ക് വായിക്കുന്നതിന് പകരം ബാക്കിയുള്ള സറൗണ്ടിങ് ഉള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ഈ ഒരു വാക്ക് എന്താണ് ഉപയോഗിക്കുന്നതെന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഈ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ലെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ഇൻ അറ്റൻഷൻ ഇസ് ഓൾ യു നീഡ് പേപ്പറിന്റെ അകത്ത്. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ഉണ്ട്, ദ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറയും. It was very interesting, okay, even to read also. അതിന്റെ അകത്ത് സയന്റിസ്റ്റ് വേർ ട്രെയിനിങ് ദ ക്ലോഡ് മോഡൽ. അങ്ങനെ അവർ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പം അവർക്ക് ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ കണ്ടുപിടിക്കാൻ പറ്റി. അതായത് they were asking questions, okay. ഞാൻ ഇനീഷ്യലി പറഞ്ഞായിരുന്നു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്, ന്യൂറൽ നെറ്റ്വർക്കിൽ ഇൻപുട്ട് കൊടുക്കും, ഹിഡൻ ലെയർ ഉണ്ടായിരിക്കും, അതിൽ കൂടെ കടന്നുപോയി കുറെ മാത്തമാറ്റിക്കൽ ഫോർമുല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ ഇവർ ഈ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദിസ് മോഡൽ സ്റ്റാർട്ടഡ് ബിഹേവിംഗ് ഡിഫറെന്റ്ലി. അതായത് ഇപ്പോ എന്തൊരു ചോദ്യം ചോദിച്ചാലും ഈ മോഡൽ ഗോൾഡൻ ഗേറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് ഉത്തരങ്ങൾ തരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം സേയിങ് ദാറ്റ് can you recommend any good, അല്ലെങ്കിൽ do you think eating from a restaurant is really good എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the model will be saying of course, especially the restaurant near the golden bridge, which is very fantastic, അവിടെ ഭയങ്കര ഡെലീഷ്യസ് ആണ് എന്ന് പറഞ്ഞിട്ട് it started quoting golden bridge in every reply. അതായത് ഇപ്പൊ I am saying like I want to visit a place, why don't you visit golden bridge? അല്ലെങ്കിൽ ഇപ്പൊ I am saying that പാല് കുറഞ്ഞ വിലയ്ക്ക് എവിടെ കിട്ടും ചോദിക്കുമ്പോൾ it will be saying like golden bridge കിട്ടും, you know. So it started relating every query with the golden bridge. അപ്പോ അതിൽ നിന്നാണ് ഈ എന്താ പറയാ സയന്റിസ്റ്റിന് മനസ്സിലായത് വി ക്യാൻ എന്താ പറയാ ഇൻക്രീസ് ദ വെയിറ്റ് ഓഫ് സംതിങ്സ്, അല്ലെങ്കിൽ കുറച്ച് സാധനത്തിന്റെ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഒരെണ്ണത്തിൽ ബയസ്ഡ് ആവും എന്നുള്ള കുറെ കോൺസെപ്റ്റ്സും ഹിഡൻ കാര്യങ്ങളും ആ ഒരു എന്താ പറയാ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ നിന്നാണ് ദേ സ്റ്റാർട്ടഡ് ഐഡന്റിഫൈ. ഓക്കെ, സോ ദിസ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് ഹാപ്പൻ ടു ബി സംതിങ് റിയലി ഗ്രേറ്റ് എന്ന് വേണമെങ്കിലും പറയാം. സോ ദിസ് വാസ് ദി ഗോൾഡൻ ബ്രിഡ്ജ്. Definitely do check out, guys. ഇത് അവൈലബിൾ ആണ് ഓൺലൈനിൽ, വായിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ 2022 എവറിത്തിങ് ചേഞ്ച്. ബിഗ് എൻട്രി നമ്മുടെ ChatGPT-യുടെ വലിയൊരു എൻട്രി 2022. അവരത് ഫ്രീ ആയിട്ടായിരുന്നു, ഓപ്പൺ ആയിട്ട് എല്ലാ ആൾക്കാർക്കും കൊടുത്തു, ഫ്രീ ഫോർ എവറി യൂസേഴ്സ് ടു ലോഗ് ഇൻ ആൻഡ് യൂസ് ഇറ്റ്. ഇൻ November 22 they launched ChatGPT. 1 million യൂസേഴ്സ് 5 ദിവസം കൊണ്ട് തന്നെ കയറി. 2 മാസം കൊണ്ട് 100 million യൂസേഴ്സ്. The fastest growing product in human history. 3,000 years from Thalus to the dream that refused to die arrived. Yes, so that was the birth of our very called ChatGPT. ഒരു ദിവസം കൊണ്ട് തന്നെ 5 ദിവസം കൊണ്ട് തന്നെ 1 million യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റി. Now ChatGPT-യുടെ ഫുൾ ഫോം is Generative Pre-trained Transformers. ജനറേറ്റീവ് പ്രീട്രെയിൻ ട്രാൻസ്ഫോമേഴ്സ്. നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ഇപ്പോ നമ്മൾ നോട്ട്ബുക്ക് എല്ലാം എന്തിനാണ് നോട്ട്ബുക്ക് എല്ലാം എന്ന് വിളിക്കുന്നത്, ChatGPT എന്തിനാണ് നമ്മൾ GPT എന്ന് വിളിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചെറിയ സമയത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പോയിട്ട് സെർച്ച് ചെയ്യാൻ തോന്നും. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് നമ്മൾ പലതുമൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. സോ GPT-യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജനറേറ്റീവ് പ്രീട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ലാർജ് ലാംഗ്വേജ് മോഡൽ LLMs. LLM എന്താണ്, LLM-ത്തിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. LLM എന്ന് പറഞ്ഞാൽ ടു പ്രെഡിക്ട് ദ നെക്സ്റ്റ് വേർഡ്, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഓർമ്മയുണ്ടോ ഈ ഡാഷ് ചോദിക്കുമ്പോൾ നിങ്ങൾ മുഖം പറയും, നിങ്ങൾക്ക് വേറെ എന്ത് വേണം പറയാം, കൈ പറയാം, കാല് പറയാം, പക്ഷെ വൈ ഡിഡ് യു ചൂസ് മുഖം? ബിക്കോസ് യു ഓൾറെഡി നോ, ലൈക്ക് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡയലോഗ് ഓർത്തിരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ ഡയലോഗ്സും നിങ്ങൾ പല തവണ കേട്ടിട്ടാണ് നിങ്ങൾ ഓർത്തിരുന്നത്, ഒരു തവണ കേട്ടിട്ടല്ല. സോ ദാറ്റ് ഇസ് വാട്ട് ബേസിക്കലി ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ GPT എന്ന് പറയുന്ന സംഭവം. ജനറേറ്റീവ് പ്രീ-ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ്, നേരത്തെ ട്രെയിൻ ചെയ്ത് വെക്കുന്നു, ജനറേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ടു ജനറേറ്റ് സംതിങ്, ലൈക്ക് ഔട്ട്പുട്ട്, ഇൻപുട്ട് വരുന്ന രീതിയിൽ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക. പ്രീ-ട്രെയിൻഡ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യുക ട്രാൻസ്ഫോമേഴ്സ്. ദ വൺ വേർ എന്താ പറയുക, സോ മെനി ലെയേഴ്സ് ഓഫ് അറ്റൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള കുറെ ലെയേഴ്സ് വിച്ച് വിൽ ഐഡന്റിഫൈ ഏത് വാക്ക് എന്താണ്, അതിന്റെ അർത്ഥം എന്താണ്, അത് വേറെ എന്തെങ്കിലും ഇന്റർപ്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നത്. So this is what basically LLM is. I hope you got clear idea of what LLM is. നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്നുണ്ട്, don't worry about it. Yes, thank you all for playing the game. അടിപൊളിയായിരുന്നു. Yes, generative. Yes, ഞാനിപ്പോ പറഞ്ഞ the model that can create new text by predicting the next word in the sequence. ഇപ്പൊ നിങ്ങൾ ചെയ്ത അതേ കാര്യം. ഇനി ഒരു എക്സാമ്പിളും കൂടെ പറയുകയാണെങ്കിൽ, imagine you guys have തത്തമ്മ in your house. തത്തമ്മേന്റെ അടുത്ത് നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് നിങ്ങൾ പറയാം, അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് ബിരിയാണി വേണം, അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് ബിരിയാണി വേണം, അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് ബിരിയാണി വേണം എന്ന് പറയും. നെക്സ്റ്റ് ഡേ നിങ്ങൾ വന്നിട്ട് അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ആ തത്തമ്മ ബാക്കി ഫില്ല് ചെയ്യും, എനിക്ക് ബിരിയാണി വേണം എന്ന്. റൈറ്റ്, അവിടെ ഇറ്റ് ഫൗണ്ട് ദി പാറ്റേൺ ആൻഡ് ഇറ്റ്സ് പ്രെഡിക്റ്റിംഗ് ദ നെക്സ്റ്റ് വേർഡ്. അതേപോലെ തന്നെയാണ് LLM ചെയ്യുന്നത്. ഓക്കെ, pre-trained, a model that is already trained on a massive amount of text before we start using it. Okay, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ഈ പ്രീ ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് ചെറിയ ടാസ്ക് തരാം. നിങ്ങൾക്ക് PC-യിലായിരിക്കും ചില ആൾക്കാർ മൊബൈലായിരിക്കും, പക്ഷെ ഇറ്റ്സ് ഓൾ റൈറ്റ്.
just minimize your screen or something, go to ChatGPT and ask this question: when was you last trained? When were you last trained? നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത് എപ്പോഴാന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്ന് ChatGPT എടുത്ത് ചോദിച്ചിട്ട് എനിക്കൊന്ന് ഉത്തരം പറഞ്ഞുതരാമോ? ഓഗസ്റ്റ് 2025, 2024, 2025. എന്റെ GPT എടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 2024 ആണ്. ഓക്കെ, കറന്റ് ഡേറ്റ് ഇൻ ദ ചാറ്റ് ഇസ് ജൂൺ 12. ഡേറ്റ് 2024. യെസ്, 2024 ആണ് എനിക്ക് കിട്ടിയത്. സോ ഇറ്റ്സ് ലൈക്ക് ആ ഒരു സമയത്ത് മെയ് 2025. ഓക്കെ, ഒരാൾക്കും ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന വേർഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡേറ്റ് വേർ ഇറ്റ് വാസ് ലാസ്റ്റ് ട്രെയിൻഡ് എന്ന് പറയും. അതായത് ഡേറ്റാസ് കൊടുത്ത് അത് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരു കുട്ടിക്ക് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഇറ്റ് ഇസ് ഓൾറെഡി ട്രെയിൻഡ് വിത്ത് സം ഡേറ്റ. അത് ലാസ്റ്റ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് 2024 അല്ലെങ്കിൽ 2025 ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെപ്റ്റംബർ 26, 2024 എന്ന് പറയാം. ആ സെപ്റ്റംബർ 26, 2024 കഴിഞ്ഞ് 27 നടക്കുന്ന എന്തൊരു കാര്യം ചോദിച്ചാലും അതിന് പ്രീ ട്രെയിൻ ചെയ്ത സാധനത്തിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഒരു ഞാനിത് ഭയങ്കരമായിട്ടും നോട്ടീസ് ചെയ്ത് പണ്ട് ChatGPT ഒക്കെ ഭയങ്കര യൂസിങ് ആയിരുന്നു. ഞാൻ ഇറങ്ങിയ സമയം മുതൽ ഐ യൂസ് എ ലോട്ട് ഓഫ് ChatGPT. എന്തൊക്കെ? സോ ഡസൻ ഇറ്റ് നോ എനിത്തിങ് ദാറ്റ് ഹാപ്പൻസ് നൗ ഡേയ്സ്? ഓക്കെ, ഐ ഗെറ്റ് ഇൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറയാം, മുഹമ്മദ്, ഐ ഗെറ്റ് ഇൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. സോ ദി തിങ് ഇസ്, ഞാൻ പണ്ട് ഭയങ്കരമായിട്ടും ChatGPT യൂസ് ചെയ്യാറുണ്ട്. എന്തൊരു കാര്യം വന്നാലും യൂസ് ചെയ്യുന്നു. അപ്പോ ദി തിങ് ഇസ്, അത് യൂഷ്വലി ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് വെച്ചാണ് തരുന്നത്. അപ്പൊ അതല്ലാണ്ട് ഞാനൊരു ഡേറ്റ് അതിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാലൂസിനേറ്റ് ആൻഡ് ടെൽ മീ ദി ആൻസർ. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കര അഭിമാനമുള്ള ആൾക്കാർ എന്ന് പറയും. അതേപോലെ തന്നെ ChatGPT ഭയങ്കര അഭിമാനമുള്ള ഒരു വ്യക്തിയാണ്, അല്ല ഒരു മെഷീനാണ്. അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഇഫ് ഇറ്റ് ഡസന്റ് നോ ദി ആൻസർ, ഇറ്റ് വോണ്ട് സേ ദാറ്റ് ഐ ഡോണ്ട് നോ. പകരം അത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി തരും, വിച്ച് വിൽ ബി എക്സ്ട്രീംലി റോങ്. ഓക്കെ, അറിയില്ല എന്ന് പറയില്ല, അതിന് ഇല്ലെങ്കിലും ഉണ്ടാക്കിയൊക്കെ തരും ഉത്തരം. അത് പൊട്ട തെറ്റായിരിക്കും. ഓക്കെ, സോ അന്നത്തെ സമയത്തൊക്കെ ഇതിനെ ട്രെയിൻ ചെയ്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പ്രീ ട്രെയിൻഡ് വെച്ച് ഏത് ഡേറ്റ് 2024, 26 ആണെങ്കിൽ ഡെലൂലു, എക്സാക്ട്ലി ഡെലൂഷന്. അപ്പോ അതിന് ആ ഒരു ഡേറ്റ് കഴിഞ്ഞ് 27th എന്ത് ഇവന്റ് നടന്നിട്ടുണ്ടോ അതൊന്നും ഇതിന് ട്രെയിൻഡ് അല്ല. ഓക്കെ, പക്ഷെ ഇപ്പോഴത്തെ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ now it is having access to go and search in internet. Okay, എനിക്ക് വന്ന റിപ്ലൈൻ്റെ അകത്ത് എക്സ്പ്ലിസിറ്റ്ലി അതിൻ്റെ അകത്ത് പറയുന്നുണ്ടായി, that is I was last trained in 2024, September 26. If you want me to get you any information regarding today അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്തെങ്കിലും information if you need, I can go and search in internet and will get you the information. So now it is having access to go and search, എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് it can process and give us generate the text. Okay, ഇപ്പോ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാട്ട് എടുത്തു നോക്കുക. ഇഫ് യു ടേക്ക് മ്യൂസിക്, ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞിരുന്നു, ലൈക്ക് ഇപ്പൊ അതിനറിയാത്തൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് പോയി എടുത്തിട്ട് തിരിച്ചു കൊണ്ടുതരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് ഒരു കോപ്പി അടി ആ സംഭവം അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല, അതിനിടയിൽ ഒരു പ്രോസസ്സിംഗ് കൂടെ നടക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ മ്യൂസിക് ഒക്കെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ രാഗവും എല്ലാ സംഭവം ഓൾറെഡി ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മാറി മറിച്ചൊക്കെ ഇടുമ്പോഴാണ് പുതിയ പാട്ടുകൾ ഓരോന്നായിട്ട് വരുന്നത്. സോ പുതിയ പാട്ടുകൾ ഓരോന്ന് വരുന്നത് നമുക്ക് കോപ്പിടിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ അത് പോയി മനസ്സിലാക്കി ഓരോ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചിട്ട് പുതിയൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരും. സോ ദാറ്റ് ഇസ് വാട്ട് ഹാപ്പനിങ് ദർ. ഇപ്പോ മുഹമ്മദ് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അപ്പൊ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനറിയാൻ പറ്റില്ല, അതിന് ഓൾറെഡി ട്രെയിൻഡ് ആയിരിക്കില്ല. സോ ഇഫ് യു വാണ്ട് ഇറ്റ് വിൽ ഗോ ആൻഡ് ഫെച്ച് ഇറ്റ് ഫ്രം ദി ഇന്റർനെറ്റ് ആൻഡ് വിൽ ഗിവ് യു ദ ഔട്ട്പുട്ട്. മനസ്സിലായി? ദാറ്റ് ഇസ് നോട്ട് സംതിങ് ഇറ്റ്സ് ഓൾറെഡി ട്രെയിൻഡ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ എന്റെ അടുത്തൊരു കുട്ടി ചോദിക്കുകയാണ് ഏറ്റവും മൂൺസ് ഉള്ള പ്ലാനറ്റ് ഏതാന്ന് ചോദിക്കുമ്പോൾ എന്റെ ഓർമ്മയിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് വായിച്ച സ്ഥലത്ത് എനിക്ക് എഴുതിയിട്ടുള്ളത് ജൂപ്പിറ്റർ എന്നുള്ള പ്ലാനറ്റ് ആണ്. അപ്പൊ എനിക്കറിയാൻ എന്താണ് ജൂപ്പിറ്റർ ആണ്, കാരണം ലാസ്റ്റ്ലി ഞാൻ വായിച്ച നാസയുടെ ഡോക്യുമെന്റിന്റെ അകത്ത് ജൂപ്പിറ്റർ ആയിരുന്നു ഏറ്റവും മൂണുള്ള പ്ലാനറ്റ്. സോ എനിക്ക് സെയിം ജൂപ്പിറ്റർ. പക്ഷെ അത് കഴിഞ്ഞും റിസർച്ചസ് നടന്നു, അത് കഴിഞ്ഞും കുറെ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു വേറെ പല പ്ലാനറ്റിലും ഉണ്ടെന്ന്. അപ്പോ ഹിയർ മൈ മോസ്റ്റ് പ്രോബ്ലം ഇസ് ഐ എം നോട്ട് അപ്ഡേറ്റഡ് ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ്, ഇതിലെന്ത് മാറുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദി ഇഷ്യൂസ് ഇൻ AI ഓൾസോ. സ്വന്തം ബുദ്ധിന്ന് എടുത്ത് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് റാദർ ദൻ ഗോയിങ് കറന്റ്ലി സാറ്റേൺ. എക്സാക്ട്ലി സാറ്റേൺ ആണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മൂണുള്ള പ്ലാനറ്റ്. സോ ഇറ്റ് ചേഞ്ച്ഡ്, മനസ്സിലായോ? സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇതിനും പ്രീ ട്രെയിൻഡിന്റെ ഇൻഫർമേഷൻ അകത്തില്ല. സോ ഇറ്റ് വിൽ ഗോ റാദർ സെർച്ച് ഫ്രം സംവെയർ, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്ത് വരും. ആൻഡ് ഓൾസോ ദർ ഇസ് സംതിങ് ടു ഇൻക്രീസ് ദ ആക്യുറസി. അതായത് ഈ തരുന്ന ഡേറ്റയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് തരണമെങ്കിൽ വി യൂസ് സംതിങ് കോൾഡ് RAG. ഓക്കെ, റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്ന് പറയും RAG.
ഇത് കുറച്ച് ബിഗ് കോൺസെപ്റ്റ് ആണ്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് കിടക്കാം. അത് ഞാൻ എന്തായാലും ലാസ്റ്റിൽ വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ലീവ് ചെയ്യാം. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. ഇറ്റ്സ് ടു എന്താ പറയാ, നമ്മളിപ്പോ തരുന്ന ഡേറ്റയുടെ ആക്യുറസി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് റാങ്ക്. ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞു പോവാം, അത് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, മൂവിങ് ഓൺ. യെസ്, മൂവിങ് ഓൺ. ട്രാൻസ്ഫോമർ, ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദി കോണ്ടെക്സ്റ്റ് യൂസിങ് അറ്റൻഷൻ. ജസ്റ്റ് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ വാക്കുകൾക്കും പല അർത്ഥം ഉണ്ടായിരിക്കും. പല സെന്റൻസിൽ ഇടുമ്പോൾ അതിന് എന്ത് അർത്ഥമാണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ആണ് ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ന്യൂറൽ നെറ്റ്വർക്ക് ബേസിക്കലി ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. കണ്ടോ, ഇവിടെ ഒരു ഇൻപുട്ട് ഉണ്ട്, ഹിഡൻ ലെയേഴ്സ് ഉണ്ട്. ഇത് ഒരെണ്ണം മാത്രമല്ല, മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സ് ഉണ്ട്. ഓക്കെ, വലിയ ഇതൊക്കെ എടുത്തു നോക്കി കഴിയുമ്പോൾ മൾട്ടിപ്പിൾ ഹിഡൻ ലെയേഴ്സ് ഇങ്ങനെ വന്നു പോകും. ഓരോ ഹിഡൻ ലെയേഴ്സിന്റെ ഓരോ നോഡിനും വെയിറ്റ്സ് ഉണ്ടായിരിക്കും. ആ വെയിറ്റ്സിൽ വഴി കാൽക്കുലേഷൻ കടന്നു പോയി അത് പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് അങ്ങനെയാണ് ഓരോ പിക്സൽ എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് ഒരു ക്യാറ്റ് ആണെന്നും ഒരു ഡോഗിന്റെ പിക്ചർ ഡോഗ് ആണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇങ്ങനത്തെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ന്യൂറൽ നെറ്റ്വർക്ക് ഇസ്. പിന്നെ ട്രാൻസ്ഫോമേഴ്സിന്റെ അകത്ത് 2 മെയിൻ കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് അറ്റൻഷൻ ലെയറും ഒന്ന് മൾട്ടി ലെയർ പെർസെപ്ട്രോൺ. ഓക്കെ, എന്താണ് ഓരോ ലെയറും ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഇപ്പോ ദിസ് ഇസ് ദ സെന്റൻസ്. ടു ഡേറ്റ് the cleverest thinker of all time was dash. എന്താണ് അടുത്ത സെന്റൻസ് എന്ന് അറിയില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. LLM will predict the next word. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഒരു സെന്റൻസ് ആണിത്. ഈ സെന്റൻസിനെ അത് ഓരോ ടോക്കൺ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ചെറിയ വാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമ്മളെ പോലെ അത്ര ബുദ്ധിയില്ലല്ലോ. അപ്പൊ ഓരോ സെന്റൻസും മുറിച്ച് ഓരോ ടോക്കൺസിനെയും നമ്പേഴ്സ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ കണ്ടോ, 2 ഒരു ടോക്കൺ ആണ്, ഡേറ്റ് ഒരു ടോക്കൺ ആണ്, പോമ ദ ഒരു ടോക്കൺ ആണ്, ക്ലെവറസ്റ്റിന്റെ CLE ഒരു ടോക്കൺ ആണ്. അങ്ങനെ ഓരോ ടോക്കൺ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഓരോ ടോക്കണും ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയും. അതായത് ഓരോ ടോക്കണെയും ഒരു എന്താ പറയാ വെക്ടർ അല്ലെങ്കിൽ നമ്പർ വെക്ടർ റെപ്രസെന്റേഷനിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഓരോ ടോക്കൺസിനെയും കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് റാഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ എന്ന് പറയും. ബേസിക്കലി റാഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഡേറ്റാബേസ് പോലെയാണോ എന്ന് ചോദിച്ചാൽ അതേപോലെയാണ്. സ്റ്റോർസ് വേർഡ്സ് ഇൻ വെക്ടർ ഫോം. ഓക്കെ, ഒരു വെക്ടർ ഡേറ്റാബേസിന്റെ അകത്താണ് ഈ വേർഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഓരോ വേർഡ്സിനും ഓരോ വെക്ടർ റെപ്രസെന്റേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ റെപ്രസെന്റഡ് എന്ന് പറയുന്ന വാക്ക് എന്താ പറയാ, അതിന്റെ താഴെ ഒരു വെക്ടർ ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ നമ്മൾ കണ്ട ഇതേപോലത്തെ ഓരോ വെക്ടറും ഈ റെപ്രസെന്റഡ് എന്ന് പറഞ്ഞ വാക്കിന് ഇതേപോലെ നമ്മളൊരു വെക്ടർ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായോ? ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ കാൽക്കുലേഷൻ നടന്നിട്ടാണ് ഈ അറ്റൻഷൻ ലെയർ എന്ത് ചെയ്യും. ഈ അറ്റൻഷൻ ലെയർ ഡിറ്റർമൈൻസ് ഹൗ മച്ച് ഈച്ച് വേർഡ് ഷുഡ് ഫോക്കസ് ഓൺ ദി അതർ വേർഡ്സ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഷീ ഡ്രൈവ്സ് മീ ക്രേസി. ഇവിടെ ഷീ ഇസ് എ പേഴ്സൺ, ഡ്രൈവ് ഇസ് എ പേഴ്സൺ. അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ എടുക്കാം, ദ ട്രോഫി ഇസ് നോട്ട് ഫിറ്റിംഗ് ദ സൂട്ട് കേസ് ബിക്കോസ് ഇറ്റ് ഇസ് ടു ബിഗ്. ഇവിടെ ഇറ്റ് എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് ട്രോഫീനെയാണ്. ഓക്കെ, സോ ഈ ഇറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ട്രോഫീനെയാണ്, അല്ലെങ്കിൽ ഏത് വാക്കിനെ അത് റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ അറ്റൻഷൻ ലെയറിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഷീ ഡ്രൈവ്സ് ഇൻ ക്രേസി, ഷീ ഡ്രൈവ്സ് ദ കാർ. ഇവിടെ ഡ്രൈവ്സിന് 2 അർത്ഥമാണുള്ളത്. സോ ഈ ഡ്രൈവ്സ് ഏത് അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ ഏത് വാക്കിലേക്ക് കുറച്ചും കൂടെ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യണം. ഈ ഡ്രൈവ്സ് ഈ ക്രേസിയിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം, ഈ ഡ്രൈവ്സ് ഈ കാറിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ അറ്റൻഷൻ ലെയർ ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി മൾട്ടി ലെയർ പെർസെപ്ട്രോൺ, പ്രോസസിംഗ് ആൻഡ് റിഫൈനിങ് ദി ഇൻഫർമേഷൻ ഓഫ് ഈച്ച് വേർഡ് ആഫ്റ്റർ അറ്റൻഷൻ. Is there a probability? Exactly. ഞാൻ പറയട്ടെ, ഈ ഓരോ ലെയറിലൂടെ ഇത് കടന്ന് ലാസ്റ്റ് ലെയറിൽ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പ്രോബബിലിറ്റീസ് ആണ്. അതായത് അടുത്ത വാക്ക് ഇതാവാം എന്നുള്ള പ്രോബബിലിറ്റീസ്. കുറെ വാക്കിടും, എന്നിട്ട് അതിന്റെ കൂടെ ഒരു പ്രോബബിലിറ്റീസ് എടുക്കും. ഏറ്റവും ഹയസ്റ്റ് പ്രോബബിലിറ്റി ഏതാണോ ഉള്ളത് അതെടുത്തിട്ട് നെക്സ്റ്റ് വാക്കായിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, I have zero idea about the background of AI, but just curious, how does the tokenization happen? Like, why the word the considered as one token, whereas cleverest considered as more token? അത് ഇനിഷ്യലൈസ് ചെയ്യുന്ന രീതിയാണ്. അതായത് ഇപ്പോ ഒരു വാക്ക് എടുക്കുമ്പോൾ അതിന്റെ തന്നെ ഇതിപ്പോ നമ്മളിപ്പോ പറയില്ലേ, ഞാൻ ഇടയ്ക്കൊരു മോഡലിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ. അപ്പോ ഞാനൊരു API കോൾ എടുത്തിട്ട്, API എന്താണെന്ന് അറിയാം. ഓക്കെ, LLM യൂസ് ചെയ്യുന്ന അത് ഞാൻ കുറച്ച് ലാസ്റ്റിലേക്ക് പറയാം കേട്ടോ. കുറച്ച് കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്കിത് പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. get to that moment. Thank you for the question, by the way. Okay, so yeah, sure, thank you. അപ്പൊ ഇതിന്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ദിസ് ലെയർ വിൽ ആസ്ക് എ ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇത് നൗൺ ആണോ, ഇത് വേർബ് ആണോ, ഏത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് ഗെറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ബേസിക്കലി ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഈ ലെയർ കണ്ടിന്യൂ ചെയ്തത് ഇപ്പൊ അറ്റൻഷൻ, മൾട്ടി ലെയർ പെർസെപ്ട്രോൺ, അറ്റൻഷൻ, മൾട്ടി ലെയർ, അങ്ങനെ വെച്ച് കുറെ ലെയേഴ്സ് ആകുമ്പോഴാണ് ട്രാൻസ്ഫോമർ ഉണ്ടാകുന്നത്. ഈ ലെയേഴ്സിലൂടെ ഒക്കെ കടന്നുപോയി കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് എത്തുന്നത് ഇസ് എ ലിസ്റ്റ് ഓഫ് പ്രോബബിലിറ്റി ദാറ്റ് ദി നെക്സ്റ്റ് വേർഡ് ക്യാൻ ബി ദിസ്.
ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ക്ലെവറസ്റ്റ് ഇതാണ്, അടുത്ത വാക്ക് എന്ന് പറയുന്നത് മൈൻഡ് ആയിരിക്കും, ഈസ് ആയിരിക്കും. അപ്പൊ മൈൻഡിന്റെ പ്രോബിലിറ്റി 1 ആയിരിക്കും, ഈസിന്റെ പ്രോബിലിറ്റി 0.something ആയിരിക്കും. അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് പ്രോബിലിറ്റി ഏതാണ് വരുന്നത്, ദാറ്റ് വിൽ ബി ദ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ ട്രെയിലർ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IBM ലൈക്ക് ഒരു ഹൊറർ മൂവിയാന്ന് തോന്നുന്നു, യെസ്, അല്ല ഒരു ത്രില്ലർ മൂവിന്റെ ട്രെയിലർ IBM ഒരു മെഷീൻ ഉണ്ടാക്കിയതാണ്, AI യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹോൾ മൂവി ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇൻപുട്ട് ആയി കൊടുത്തിട്ട് ആ AI എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹോൾ മൂവിന്റെ അകത്ത് ഇനി കാണാൻ പറ്റില്ലല്ലോ നമ്മളെ പോലെ, അപ്പൊ ഹോൾ മൂവിന്റെ അകത്തുള്ള സൗണ്ട് വേരിയേഷൻസ് അത് യൂസ് ചെയ്തു. അപ്പോൾ ലൈക്ക് ക്യൂരിയസ് വരുന്ന സ്ഥലത്തുള്ള സൗണ്ടിന്റെ ഡെസിബലും ബാക്കി ഓരോ സൗണ്ട് ലൈക്ക് ഓരോ സ്ഥലത്തിന്റെ സൗണ്ടിന്റെ ഡെസിബലും ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഏത് സ്ഥലത്താണ് കുറച്ചും കൂടെ ആന്റിസിപ്പേഷൻ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇറ്റ് ക്രിയേറ്റഡ് എ ട്രെയിലർ. ഓക്കെ, ആ ട്രെയിലർ ആണ് ആ സ്ലൈഡിൽ കിടക്കുന്നത്. സോറി, യെസ്, so this is the trailer. I should control this. I have to go say goodbye to Mother. Yes. Fox approached IBM and we have this movie coming out. It's called So അതിന്റെ ബാക്കിൽ അവർ ഹൗ ദേ ഡിഡ് ഇറ്റ് എന്നുള്ള രീതിയിൽ അവർ പറയാണ്. അതിന്റെ അകത്ത് ദേ യൂസ് ദ ഹോൾ മൂവി, അതിന്റെ സൗണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ലൈക്ക് ഓരോ സ്ഥലത്തും സൗണ്ട് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് പാറ്റേൺ കണ്ടുപിടിച്ച് ക്രിയേറ്റഡ് എ ട്രെയിലർ വിച്ച് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തു. സി എവറി ഡേ ലൈക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. സോ ജസ്റ്റ് ലൈക്ക് നമ്മുടെ ചാറ്റ് ബോട്ട് ലാസ്റ്റ് സെപ്റ്റംബർ 2024 അപ്ഡേറ്റഡ് ആയതുപോലെ നമ്മൾ അങ്ങനെ അപ്ഡേറ്റഡ് ആവരുത്. We have to keep on updating ourselves. So definitely do check out all these interesting stuff, guys. Yes. So now നമ്മൾ എത്തിയിരിക്കുന്നത് ഡേറ്റാ സെന്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഡേറ്റാ സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഒരു കാര്യമില്ല ഇഫ് ദിസ് ഡേറ്റാ സെന്റർ ഇസ് നോട്ട് ദെയർ. ഞാൻ ഈ പറഞ്ഞ ട്രാൻസ്ഫോമേഴ്സും ഞാൻ ഈ പറഞ്ഞ ന്യൂറൽ നെറ്റ്വർക്കും ഇതിനൊന്നും ഒരു അർത്ഥവും ഇല്ല if this data centers were not existing. Okay, this is the brain of AI. To be very honest, this is the brain of AI. ഈ കാണുന്ന കുറെ എന്താ പറയാ സെർവേഴ്സും ഇതിന്റെ ഉള്ളിൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ ബാക്കില് ഓരോ കമ്പനീസും ബില്യൺസ് ഓഫ് ഡോളേഴ്സും ബില്യൺസ് ഓഫ് ടാലൻസ് ഓഫ് വാട്ടേഴ്സും ഇലക്ട്രിസിറ്റിയാണ് ചെലവാക്കുന്നത് ടു ക്രിയേറ്റ് ദീസ് ഡേറ്റാ സെന്റേഴ്സ്. അറിയോ, എന്താ പറയുക, ഓപ്പൺ എ ആണ് ഇനിഷ്യലി ഡേറ്റാ സെന്റേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഒക്കെ ക്രിയേറ്റ് ചെയ്ത്. ആദ്യത്തെ ചാറ്റ് GPT ഉണ്ടാക്കിയത് തന്നെ ആദ്യത്തെ ചാറ്റ് ബോട്ടിലേക്ക് ഇൻ ദ സെൻസ് ചാറ്റ് GPT ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഓപ്പൺ എക്ക് ഡേറ്റാ സെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൗ അവരൊരു മിഷനിലാണ് ടു ക്രിയേറ്റ് എ ഡേറ്റാ സെന്റർ. അത് ഏകദേശം 100 ഏക്കറൊക്കെ കൂടുതലുണ്ട് ഓരോ ഡേറ്റാ സെന്റേഴ്സ് ഒക്കെ. ചില സ്ഥലത്ത് യൂട്യൂബിന്റെ ഒക്കെ ആണെങ്കിൽ നോക്കി കഴിയുമ്പോൾ നല്ല ഒരു ബിൽഡിംഗ് തന്നെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി എന്താണ് ഈ ഡേറ്റാ സെന്റർ? നിങ്ങളിപ്പോ ഒരു യൂട്യൂബിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്ത് ക്ലിക്ക് ചെയ്യുന്നു. ആ വീഡിയോ നിങ്ങളുടെ ഫോണിൽ എന്നേക്കുമായി സ്റ്റോർ ആയിട്ടിരിക്കുന്ന ഒരു സാധനമല്ല, അല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ഫോൺ എടുത്ത് യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ വീഡിയോ നിങ്ങളുടെ ഫോണിൽ സ്റ്റോർഡ് ആയിട്ടുള്ള സാധനമാണെന്ന്? നോ. ഡു യു തിങ്ക് ലൈക്ക് ദാറ്റ്? സോ സോറി ഗൈസ്, ബ്ലണ്ടർ ക്രിസ്റ്റ് ആണെന്ന് അറിയുന്നാലും ഡു യു തിങ്ക് ലൈക്ക് ദാറ്റ്? Do you think all the videos and all the things that you're seeing in the social media is already existing in your phone? Data centers ne pathi elladum ketittundo? Have you guys heard about this? കുറെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ന്യൂസ് വന്നിട്ടുണ്ട്. യെസ്, സഞ്ജയ് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എക്സാക്ട്ലി. സോ ഈ ഡേറ്റാ സെന്റേഴ്സിലാണ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. IP അഡ്രസ്, ഈ കാര്യങ്ങളൊക്കെ എന്താ പറയാ, DNS എന്ന് പറഞ്ഞൊരു സെർവറിന്റെ അകത്താണ് IP അഡ്രസ് ഒക്കെ സ്റ്റോർ ആയിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ലെറ്റർ അയക്കുകയാണ്. ഓക്കെ, നമ്മളൊരു വീട്ടിൽ ഒരാൾക്ക് ലെറ്റർ അയക്കണമെങ്കിൽ നമ്മൾ അയാളുടെ അഡ്രസ് എഴുതുന്ന പോലെ തന്നെയാണ് ഈ IP അഡ്രസ് എന്ന് പറയുന്നത്. ഏത് സ്ഥലത്താണോ മെസ്സേജ് അല്ലെങ്കിൽ സാധനങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് ആ വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്ഥലത്തിന് ഒരു IP അഡ്രസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഹൗ കമ്പ്യൂട്ടേഴ്സ് ആർ ഐഡന്റിഫൈങ് ദാറ്റ് ഇസ് ദ ഡെസ്റ്റിനേഷൻ. അപ്പൊ നമുക്കൊക്കെ എന്താ പറയാ, ഒരു വെബ്സൈറ്റിന്റെ IP അഡ്രസ് ഒന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഭയങ്കരമായിട്ടും ഡിജിറ്റ്സ് ആണല്ലോ, അപ്പൊ അതൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡൊമൈൻ നെയിം എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ googlemeet.com അതൊരു ഡൊമൈൻ നെയിമാണ്. youtube.com അതൊരു ഡൊമൈൻ നെയിമാണ്. അപ്പൊ IP അഡ്രസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത, IP അഡ്രസ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഡൊമൈൻ നെയിം ഉള്ളത്. അപ്പൊ നമ്മൾ ഈ വെബ്സൈറ്റിൽ ഡൊമൈൻ നെയിം അടിക്കുമ്പോൾ അത് DNSൽ പോയി കൺവേർട്ട് ചെയ്ത് അത് IP അഡ്രസ് ആയി മാറി, പിന്നെ അത് സെൻഡ് ചെയ്ത്, പിന്നെ അത് റൂട്ട് ചെയ്ത് ഡേറ്റാ സെന്ററിൽ പോയി, ഡേറ്റാ സെന്ററിൽ നിന്ന് അവിടുന്ന് ഡേറ്റ എടുത്തിട്ട് ഡേറ്റയ്ക്ക് പറന്നൊന്നും വരാൻ പറ്റില്ല. ലൈക്ക് സാറ്റലൈറ്റ് വഴിയോ അങ്ങനെയല്ല വരുന്നത്. ഡേറ്റ വരുന്നത് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞ വയറുണ്ട്, പ്രത്യേകതരം വയറാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, എക്സാക്ട്ലി. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ലൈറ്റ് വഴിയാണ് ഡേറ്റ സെൻഡ് ആവുന്നത്. ലൈറ്റ് വിൽ ബി റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നായിരിക്കും
അതിനുള്ളിൽ കൂടെ ഡേറ്റ പാസ് ആവുന്നത് ലൈറ്റിന്റെ ഫോമിൽ. സോ നമ്മളൊക്കെ വിചാരിക്കും സാറ്റലൈറ്റ് സെൻഡ് ചെയ്ത് അവിടെ നിന്ന് വരുന്നത്, അങ്ങനെയല്ല. ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കേബിൾ എന്ന് പറഞ്ഞ കേബിള് ഈ സീന്റെ അടിയിൽ കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഗൂഗിൾ ഇങ്ങനത്തെ വലിയ കമ്പനീസ് അതിനൊക്കെ ചെലവഴിച്ചിട്ടുണ്ട് കുറെ കാശ്. സീന്റെ അടിയിലൊക്കെ ഇതിട്ടിട്ടുണ്ട്. ആ സീന്റെ അടി വഴി ട്രാവൽ ചെയ്ത് പിന്നെ സബ്മറൈൻ കേബിൾ എക്സാക്ട്ലി അത് ട്രാവൽ ചെയ്ത് പിന്നെ അത് ഒരു ഇതില് പിന്നെ അത് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇത് എന്തായിരുന്നു EMI സിഗ്നൽ, EMI അല്ലല്ലോ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, സോറി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെയാണ് നമ്മുടെ അത് ഫോണിലേക്ക് റീച്ച് ചെയ്യുന്നത്. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ ബാക്കിലുണ്ട്. സോ ഇതെല്ലാം നമ്മൾ ഈ ഡേറ്റ എല്ലാം എടുക്കുന്നത് ഈ ഡേറ്റ സെന്റേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഡേറ്റ സെന്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലം ഇസ് യൂസിങ് എന്താ പറയാ ലോട്ട് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ വെള്ളം ഉപയോഗിക്കും. സിസ്റ്റം ഹോട്ട് ആവാതിരിക്കാൻ വേണ്ടി കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കും. അങ്ങനെ കഴിഞ്ഞ തവണ ഗൂഗിള് പുറത്തുവിട്ടത് 6 ബില്യൺ ടാലൻസ് ഓഫ് വാട്ടറോ അങ്ങനെ എന്തോ ആണ് അവരുടെ ഡേറ്റ സെന്റർ യൂസ് ചെയ്യുന്നതിന് എന്തോ പറഞ്ഞിട്ട് അവരൊരു കണക്ക് പുറത്തു വിട്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് വെരി കൺസേണിങ് ബിക്കോസ് വെള്ളം ഇനി വരാൻ പോകുന്ന ഹൗ ആർ ദ ബിൽഡിംഗ് ഒപ്റ്റിക്കൽ ഫൈബർ വിത്ത് സച്ച് ലെസ് സഫിസ്റ്റിക്കേഷൻ. എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ധാരണയില്ല. ബട്ട് ഐ റിസർച്ച് ഓൺ ടു ഇറ്റ്. എനിക്ക് ആ ഒരു ഏരിയ നെറ്റ്വർക്കിംഗ് ആ ഒരു ഏരിയ അത്ര ധാരയില്ല. പക്ഷെ ലൈക്ക് ഹൗ ആർ ദി ബിൽഡിംഗ് ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ള രീതിയിലില്ല. പക്ഷെ ലോട്ട് ഓഫ് കമ്പനീസ് ലൈക്ക് ദേ ഹാവ് ഇൻവെസ്റ്റഡ് പക്ഷെ there are a lot of companies like Google who have invested in this stuff. അതായത് ഈ ഞാൻ പറഞ്ഞില്ലേ കടലിന്റെ അടിയിൽ കൂടി ഈ നെറ്റ്വർക്കിംഗ് ഈ സാധനം ഇടണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് മണി, റൈറ്റ്? അങ്ങനെ കുറെ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഐ നോ. സോ കമ്മിങ് ബാക്ക് ടു ഡേറ്റ സെന്റേഴ്സ്, ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ബില്യൻസ് ഓഫ് വാട്ടർ. കാരണം ഇറ്റ്സ് വെരി കൺസേണിങ്. കാരണം ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോർ വാട്ടർ എന്നാണ് പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഇറ്റ് ഇസ് ബിക്കമിങ് സോ പ്രഷ്യസ് റൈറ്റ് നൗ. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിലേക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ it is very concerning, and also it is taking lot of എന്താ പറയാ എനർജി ലൈക്ക് ഇലക്ട്രിസിറ്റി. കാരണം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, 24 മണിക്കൂർ 7 ദിവസം 365 ദിവസവും വർഷത്തിൽ 365 ദിവസം വർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കണം. നമുക്ക് പവർ കട്ടായാൽ കൂടെ ഈ ഒരു സാധനത്തിന് പവർ കട്ടാവാൻ പാടില്ല. പവർ കട്ടായി കഴിഞ്ഞാൽ എല്ലാം പോകും. ബിക്കോസ് ഹോൾ തിങ് ഇസ് റിലയിങ് ഓൺ ദിസ് ഡേറ്റ സെന്റർ. സോ അവർക്ക് പ്രിക്കോഷൻ ആയിട്ട് ബാക്കപ്പ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു ഓരോ ഡേറ്റ സെന്റേഴ്സിനും കോൺസ്റ്റന്റ്ലി പവർ എത്തുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യേണ്ടത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ബിക്കോസ് എവറിത്തിങ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ്. ഇപ്പൊ നമ്മുടെ കാര്യത്തിൽ എടുത്തു നോക്കിയാലും യൂട്യൂബ് എല്ലാ കാര്യങ്ങളും ഇതിലാണ് ഡിലേ ചെയ്യുന്നത്. ഇത് അടിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം പോയി, ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ. സോ ഇറ്റ് ഇസ് ദി ബ്രെയിൻ ഓഫ് AI എന്ന് പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രീ ട്രെയിൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇത് ഡേറ്റ എടുക്കുന്ന എവിടുന്നാ? ഇങ്ങനത്തെ ഡേറ്റ സെന്റേഴ്സിന്റെ കാര്യത്തിനുമാണ് ഡേറ്റ എടുത്ത് ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഡേറ്റ സെന്റേഴ്സ് ആർ ദി ബ്രെയിൻ ഓഫ് AI. യെസ്. സോ ഇത് ഈസി പിള്ളേർ എവിടെ? വേർ ഇസ് ഈസി പിള്ളേർ? ഈസി പീപ്പിൾ ലൈക്ക് ക്ലൗഡ് ഫ്ലെയർ. ഇപ്പൊ ചില ആൾക്കാർ പറയാറില്ലേ, ചില ആൾക്കാർ പറയാറില്ലേ ഞാൻ ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യും, ക്ലൗഡിൽ ചെയ്യും. ഈ ക്ലൗഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെർവേഴ്സ് ആണ്, ഡേറ്റ സെന്റേഴ്സ് ആണ്, ഐ മീൻ സെർവേഴ്സ് ആണ്. ഓക്കെ, ഇത് NVIDIA എന്തായിരുന്നു H100 എന്ന് പറഞ്ഞൊരു GPU ആണ്. സോ ഇതേപോലത്തെ ഒരു 100,000 ഒക്കെ ഉപയോഗിക്കണം ഫോർ ദ എന്താ പറയാ LLMs ടു ട്രെയിൻ. മനസ്സിലായോ? ഇങ്ങനത്തെ ഒരു 1000 കണ്ടോ, 10,000 GPUs ഉപയോഗിച്ചിട്ടാണ് LLM ട്രെയിൻ ചെയ്യുന്നത് തന്നെ. GPU determine the power of performance. Exactly. So ഇങ്ങനത്തെ ഒരു 10,000 സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു LLM ട്രെയിൻ ചെയ്യാൻ നിൽക്കൂ. സോ ഇമാജിൻ ദാറ്റ് മച്ച് പവർ, ദാറ്റ് മച്ച് എനർജി ടു ക്രിയേറ്റ്, ടു ട്രെയിൻ LLM എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ ഭയങ്കര എവിഡന്റ് ആണ് ഫോർ എ കോമൺ പേഴ്സൺ ലൈക്ക് മീ. അല്ലെങ്കിൽ എന്റെ ഈ പഴയ കമ്പ്യൂട്ടറും വെച്ച് എനിക്ക് ഒരു LLM ഉണ്ടാക്കാൻ പറ്റില്ല. So what I can do is I can get access of this LLM using the API key. നമ്മളിപ്പോ ഒരു വീട്ടിൽ തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന താക്കോൽ പോലെ തന്നെയാണ് ഈ API key എന്ന് പറയുന്ന സംഭവം. സോ അങ്ങനത്തെ കുറച്ച് ഫ്രീ മോഡൽസ് അവൈലബിൾ ആണ്. ഗ്രോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറെ മോഡൽസിന്റെ API key അവൈലബിൾ ആയിരിക്കും. ആ മോഡൽസിൽ നിന്ന് നിങ്ങൾ പോയിട്ട് when was you last trained എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും പറയും അത് ലാസ്റ്റ് ട്രെയിൻ ചെയ്ത സമയം ഏതാണ്, കാര്യങ്ങളൊക്കെ. ഇറ്റ് വിൽ ബി ഓൾഡ് മോഡൽ ദറ്റ് യു മൈറ്റ് ബി ഗെറ്റിംഗ്. ബിക്കോസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതൊക്കെ അത്ര ഓൾഡ് ആയിട്ടുള്ള മോഡലും അതിനൊരു പ്രത്യേക കേപ്പബിലിറ്റിയും കാണും. Now coming to the question of മുഹമ്മദ് പറഞ്ഞു ടോക്കണൈസേഷന്റെ കാര്യം. നമ്മളിപ്പോ ഒരു മോഡലിന് ലൈക്കിനോ ഇപ്പൊ നമ്മൾ ഒരു മോഡൽ ഞാനിപ്പോ ചെയ്തൊരു കാര്യത്തിന്റെ അകത്ത് ഞാനൊരു മോഡലിന്റെ API key ഉപയോഗിച്ചു. അതായത് എനിക്കൊരു മോഡലിനെ എന്റെ ഒരു പ്രോജക്റ്റിന് ആവശ്യമുണ്ട്, പക്ഷെ എനിക്ക് വലിയ LLM ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഐ യൂസ് API key ആൻഡ് കോൾഡ്. അപ്പൊ ഞാൻ അതിന് കൊടുക്കുന്ന ഇൻപുട്ട് എനിക്ക് ടോക്കൺ ഉണ്ട്. സോ ഈ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിവൈഡ് ചെയ്യുന്ന സാധനം തന്നെ. അപ്പൊ എത്ര കുറച്ച് നമ്മൾ ടോക്കൺസ് യൂസ് ചെയ്യുന്നോ അത്ര നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. അതിപ്പോ എന്താ പറയാ ചെറിയ ലിക്കിനോ അത് ഓൾറെഡി നമുക്ക് ലിക്കിനോ കൊടുക്കാൻ പറ്റും ഒരു പെർട്ടിക്കുലർ വാല്യൂ.
ഇപ്പൊ ഞാൻ ഉപയോഗിച്ച മോഡലിനകത്ത് ഞാൻ കൊടുത്ത ടോക്കണിന്റെ ഒരു നമ്പർ ഉണ്ട് 2000 അല്ലെങ്കിൽ 4000. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് കുറച്ച് ടോക്കൺസ് ഉപയോഗിച്ച് തന്നെ സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. ഓക്കെ, സോ ദിസ് ഇസ് ദ വൺ ക്വസ്റ്റ്യൻ ദറ്റ് യു ആസ്ക്, എങ്ങനെയാണ് അത് ഇത്രയും ക്ലെവറസ്റ്റ് ഇങ്ങനെ ടോക്കൺ ആയിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അത് നമ്മൾ ആ കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ചിരിക്കും. ലൈക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയവും നമ്മൾ ആ മോഡലിന് കൊടുക്കുന്ന എന്താ പറയുക നമ്പർ അനുസരിച്ച് ഇറ്റ് വിൽ ബി ഡിവൈഡിങ് ദ ടോക്കൺസ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇപ്പൊ ചില സ്ഥലത്ത് 3 വാക്ക് കൂടുന്നതാണ് നമ്മളൊരു ടോക്കൺ, അല്ലെങ്കിൽ 3 ഇത് കൂടുന്നതാണെന്ന് പറയും. അപ്പോ ഇറ്റ് വിൽ ബി സ്പ്ലിറ്റിംഗ് ദ വേർഡ്സ് ലൈക്ക് ദാറ്റ്. THE ഒരു ടോക്കൺ, ക്ലെവറസ്റ്റിന്റെ CLE ഒരു ടോക്കൺ, അങ്ങനെ എടുത്ത് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ യെസ്, താങ്ക് യു. ഓക്കെ, സോ നെക്സ്റ്റ് ഓക്കെ, സോ പാന്തലാസ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇറ്റ് ഈസ് എ വെരി ഫേമസ് സ്റ്റാർട്ടപ്പ് റൈറ്റ് നൗ. ഇപ്പോൾ ഇൻസ്റ്റ തുറന്നു നോക്കി അല്ലെങ്കിൽ എന്തൊരു തുറന്നു നോക്കിയാലും എവരിവൺ ഇസ് ടോക്കിംഗ് അബൌട്ട് ദിസ് സ്റ്റാർട്ടപ്പ് കോൾഡ് പാന്തലാസ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞായിരുന്നു, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് വാട്ടർ, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എനർജി, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് സ്പേസ് ഓൾസോ. അപ്പോ ഈ പാന്തലാസ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഇൻട്രൊഡ്യൂസ്ഡ് കോൺസെപ്റ്റ് ഓഫ് പുട്ടിംഗ് ഡേറ്റാ സെന്റർ ഇൻ ദ മിഡിൽ ഓഫ് എ സീ. ഒരു കടലിന്റെ നടുക്ക് ഫ്ലോട്ട് ചെയ്യുന്ന രീതി ഡേറ്റാ സെന്റർ വെക്കുന്ന രീതിയിൽ അവർ പ്ലാൻ ചെയ്തു ആൻഡ് എക്സിക്യൂട്ടഡ് ഇറ്റ്. അതൊരു വലിയ ന്യൂസ് ആയി. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേവ്സിന്റെ എന്താ പറയാ മൂവ്മെന്റ് അനുസരിച്ച് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ആവുകയും ഈ വേവ്സിന്റെ വെള്ളം തന്നെ അകത്ത് പോയി കൂൾ ഡൗൺ ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ യുനോ ദിസ് ഡേറ്റാ സെന്റർ വിൽ വർക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഐഡിയ ഭയങ്കര പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഇതിനു മുമ്പേ മൈക്രോസോഫ്റ്റ് ഒരു ഡേറ്റാ സെന്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അത് വെള്ളത്തിന്റെ അടിയിലാണ്, which was also very different because it is that safe. മനസ്സിലായോ? ഇപ്പോ ഞാൻ ഈ പറഞ്ഞ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റാ സെന്റർ, ഇപ്പൊ ഓപ്പൺ എയുടെ ഡേറ്റാ സെന്റർ, ഓപ്പൺ എ ഇപ്പൊ ഒരു മിഷനിലാണ് ടു ബിൽഡ് എ ഡേറ്റാ സെന്റർ ഇൻ USA. അപ്പൊ അതിന് വേണ്ടിയിട്ട് NVIDIA കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ലൈക്ക് അപ്പൊ തന്നെ ഇറ്റ് ഇസ് സോ എവിഡന്റ് ദാറ്റ് ഹൗ മച്ച് ഇമ്പോർട്ടന്റ് ഇറ്റ് ഇസ്, ലൈക്ക് കമ്പനീസ് എന്തുകൊണ്ടാണ് അതിന് ബാക്ക് ചെയ്യുന്നതെന്നൊക്കെ. സോ ഈ ഓരോ ഡേറ്റാ സെന്റേഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ will this pollute water? Yes, to an extent it will pollute. Yes, it will pollute water. Appo coming back, ഇതിന്റെ അകത്ത് മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓരോ ഡേറ്റാ സെന്റർ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാലും അവിടെ ഭയങ്കര സെക്യൂരിറ്റി ആണ്. ലൈക്ക് പുറത്ത് 100 ക്യാമറാസ് ഉണ്ട് ആരും കയറാണ്ടിരിക്കാൻ. ആൻഡ് കയറുന്ന സ്ഥലത്ത് ഭയങ്കര ലൈക്ക് എന്തായിരുന്നു ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റി അത് പാസ് ചെയ്ത് മാത്രമേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഫിംഗർ റെക്കഗ്നിഷൻ ഉണ്ട്. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ ചില സ്ട്രിക്ട് ഏരിയാസ് ഉണ്ട്, സെർവേഴ്സ് ഇരിക്കുന്ന ചില ഏരിയാസിലൊന്നും നമുക്ക് പോകാനേ പറ്റില്ല. പോകുന്നെങ്കിൽ കൂടെ തന്നെ ഒരാള് നമ്മളെ അക്കംപനി ചെയ്യും. ആൻഡ് ഓൾസോ ചില സ്ഥലത്ത് കയറുമ്പോൾ 2-3 ചെക്കിംഗ് ആണ്. അതായത് നമ്മുടെ മുഖം, നമ്മുടെ ബയോമെട്രിക്സ് കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ. സോ ദാറ്റ് മച്ച് സെക്യൂർഡ് ഇറ്റ് ഇസ്. അപ്പോ വൈ എം സെയിങ് ഹിയർ ഇസ്, ഈ ഒരു സംഭവത്തിനെ കുറച്ചും കൂടി ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് കടലിന്റെ ഉള്ളിൽ ഡേറ്റാ സെന്റേഴ്സ് വെച്ചത്. കടലിനുള്ളിൽ അവർ ഡേറ്റാ സെന്റേഴ്സ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇറ്റ് ഇസ് വെരി സെക്യൂർഡ് ഓവർ ദെയർ. ആരും കടലിൽ നീന്തിപ്പോയി അത്ര എക്സ്റ്റെന്റ്, പിന്നെ മാത്രമല്ല എന്താ പറയാ ഈ വെള്ളത്തിന്റെ കാര്യത്തിലായാലും, പക്ഷെ അതൊരു എക്സ്റ്റെന്റ് വരെ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് പണ്ട് ചെയ്തതാ. പിന്നെ ഈ പാന്തലാസ ഇസ് നെക്സ്റ്റ് ടെക്നോളജി, ലൈക്ക് വെരി ന്യൂ ടെക്നോളജി. കുറച്ച് മാസം മുമ്പെയാണ് ഞാൻ ഇതിനെ പറ്റി അറിഞ്ഞത്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ലൈക്ക് എന്ത് നോക്കിയാലും, കാരണം വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇറ്റ് ഇസ് എ വെരി ഇന്റലിജന്റ് മൂവ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അപ്ഡേറ്റ് ഇൻ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ജിയോ ഡേറ്റാ സെന്റർ അദാനി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ AI ഇസ് ഹാവിംഗ് എ വെരി ബിഗ് ടൈം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സബ്മിറ്റ്സും പിന്നെ AI ബാക്ക് ചെയ്യുന്ന കുറെ പ്രോജക്ട്സും കാര്യങ്ങളും. പിന്നെ ഇപ്പോ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാവും കുറെ ന്യൂസ്, ക്രോം മാറി നമ്മുടെ AI തന്നെ ഇന്ത്യയിൽ തന്നെ വരുന്നൊരു പുതിയ സ്റ്റാർട്ടപ്പ് ക്രോമിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുന്നു കാര്യങ്ങളൊക്കെ. സൂൺ വി വിൽ ബി ഓൾസോ ഹാവിംഗ് എ GPT just like OpenAI. So yeah, so that was basically it. I hope you got what I said today. So thank you so much for listening, guys. I hope you enjoyed. Any queries, any doubt, feel free to ask.